എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു വിജയ. ഞാൻ അങ്ങോട്ട് പറയാൻ നിൽക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് അയക്കുന്നതിന് താങ്ക് യു. ഇത് നമുക്ക് സ്ഥിരം നമ്മുടെ പല്ലവിയായി മാറിയിരിക്കുന്നു അല്ലെ. നന്ദി. ഞാൻ ഈ വാക്ക് പലവട്ടം പറഞ്ഞാന്ന് തോന്നിയാൽ ഞാൻ ഈ വാക്ക് സ്ഥിരമായിട്ട് ഇപ്പൊ സ്റ്റാർട്ടിങ് മുതലേ വീഡിയോയിൽ പറയുമ്പോഴേ എല്ലാവരും പറഞ്ഞിരുന്നു ഇത് ഒരു ഹിറ്റാവുന്ന വാക്കാണ്, ഈ ഒറ്റ വാക്ക് മതി ജീവിതം മാറാനായിട്ട് പലരും പറഞ്ഞിരുന്നു എന്നോട്. അപ്പോഴാദ്യം ഞാനത് ഇങ്ങനെ സെലക്ട് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡക്ഷൻ വേണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ സെലക്ട് ചെയ്തൊരു വാക്കാണ്. പക്ഷെ അത് എന്റെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അതിനുശേഷം അത് കേട്ടവരുടെ ജീവിതം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഒരു മെന്റർ അല്ലെങ്കിൽ എന്നെ കോച്ച് ചെയ്ത ആള് പറയുമായിരുന്നു, സാർ ഈ ഒറ്റ വാക്ക് മതി ജീവിതം മാറാനായിട്ട്, മറ്റൊന്നും വേണ്ട, ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് ഓരോ വാക്ക് നിങ്ങൾ ഓരോ ആളും ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കും അത്രയും മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ആ മാറ്റം തന്നെയാണ് നമ്മളിപ്പോ മിറാക്കിൾ മോർണിംഗ് നമ്മളിപ്പോ തുടങ്ങിയതിന് ശേഷവും അവിടെ നടക്കുന്ന സംഭവം ശരിക്കും അമേസിംഗ് ആണ്. ഞാൻ തന്നെ ശരിക്കും ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടു. ശബ്ദം കുറവില്ല, നല്ല ശബ്ദമുണ്ട്. ഞാൻ ഇരുന്ന് ആലോചിച്ചു, കാരണം ഇത്രയും ആൾക്കാർ 100 സംതിങ് ആൾക്കാർ ഒരു ദിവസം ഈ ഒറ്റ കാര്യത്തിനകത്ത് സേവേഴ്സ് എന്ന് പറയുന്ന ഒറ്റ മെത്തേഡിനകത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ജീവിതത്തിൽ ഇന്ന് എനിക്കൊന്ന് ആശാലത അവിടെ ഒരു ക്വിസ്, ഒരു പോൾ ഇട്ടിരുന്നു. പോളിൽ മുഴുവൻ ആൾക്കാരും പങ്കെടുത്തു. ഇനി കുറച്ചു പേരും കൂടി പങ്കെടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്ത് മാറി 10 ദിവസത്തെ യാത്രയിൽ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായി എന്ന് ഒന്ന് വിശകലനം ചെയ്യണം. മിണ്ടാതിരിക്കരുത്. ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് പറയും വേണം. കാരണം എന്താണെന്ന് അറിയോ, അപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഒറ്റയാള് ചെയ്തുകൊണ്ടല്ല, ഒരുപാട് ആൾക്കാരുടെ പ്രയത്നമാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഒരു സന്ദേശം നൽകുക, അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുക, എത്ര പേര് ടാസ്ക് ചെയ്തു അതൊക്കെ നോക്കുക, ഈ 100-150 ആളുടെ പേര് എഴുതുക എന്നൊക്കെ പറയുന്ന ഒരു ടാസ്ക്കാണ്. അതൊരു വർക്കായിട്ട് എടുക്കുകയാണ് അവർ. ആർക്കും ജോലിയായിട്ട് കൊടുക്കുന്ന കാര്യമൊന്നുമല്ലത്. അപ്പൊ അത്രയും ആൾക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വിശകലനം ചെയ്ത് നോക്കുക. എവിടെയോ എനിക്ക് സപ്പോർട്ട് നൽകുന്ന ഇത്രയും ആൾക്കാർ ഉണ്ടായിട്ട് പോലും എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ഏതോ ഒരു വിഷയമാണ് കൃത്യമായിട്ട്. അപ്പോ അതൊന്ന് വിശകലനം ചെയ്യും. പക്ഷെ വല്ലാത്ത മാറ്റം ആൾക്കാരിൽ അവിടെ ഉണ്ടാവുന്നു. അത് എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ വെരി ഗുഡ്. ഇന്ന് നമ്മുടെ രാധാമാമനോട് രാവിലെ മെസ്സേജ് അയച്ച് പറയുണ്ടായി, അവിടെ പെട്ടെന്ന് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം പ്രകടമായി വരുമ്പോൾ, ഓരോ ആളുടെ മാറ്റം പ്രകടമായി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കര വലുതാണ്. കാരണം ഇവിടെ കരഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരുണ്ട്, സങ്കടം കൊണ്ട് പറഞ്ഞ ആൾക്കാർ. ഞാനിപ്പോ ശോഭാമാമനോട് ചോദിച്ച പോലെ എന്താണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതുപോലെ ഇതിനേക്കാളും മുഖം ഇതായിട്ട് വന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പുഞ്ചിരി വിരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര ഡിപ്രഷനും ആങ്സൈറ്റിയിലും പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം, ഞാൻ ക്ലാസ്സിലൊന്നും പങ്കെടുത്തിട്ടൊന്നുമില്ല, പക്ഷെ സാറിന്റെ വീഡിയോ കാണാൻ തുടങ്ങിയതിന് ശേഷം എന്നിൽ ഭയങ്കരമായ മാറ്റം വന്നു, അചഞ്ചലമായ മാറ്റം വന്നു. ഇപ്പൊ എന്തിനു നേരിടാനുള്ള ഒരു ധൈര്യമുണ്ട്. ഇത് എവിടുന്ന് ലഭിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ധൈര്യം ലഭിക്കുന്നത്? എത്ര പേർക്ക് പറയാൻ പറ്റും? എവിടുന്നാണ് ഈ ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചത്? അവിടേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. കാരണം ഈ ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചത് എന്നിൽ നിന്നാണോ നിങ്ങളിൽ നിന്നാണോ? ഇവിടെയാണ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്. ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് സ്പിരിച്വാലിറ്റി എന്ന്, ഒറിജിനൽ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇൻസ്പയർഡ് ആവുന്നുണ്ട്, നിങ്ങളിലുള്ള ആങ്സൈറ്റി അല്ലെങ്കിൽ നിങ്ങളുള്ള ഡിപ്രഷൻ, നിങ്ങളിലുള്ള മറ്റ് നെഗറ്റീവ് ചിന്തകളെല്ലാം നിങ്ങൾക്ക് മാറിപ്പോകുന്നു, ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നുവെങ്കിൽ മാറ്റം ഞാൻ ഉണ്ടാക്കിയതാണോ നിങ്ങളിൽ ഉണ്ടായതാണോ എന്ന ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എല്ലാം നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് അവിടെ ഉറപ്പിക്കാൻ പറ്റും. ഞാൻ ഇവിടുന്ന് പറയുന്ന ചില വാക്കുകളെ, അടക്കും ചിട്ടയും ഉള്ള വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അകത്ത് നിന്നും നിങ്ങളുടെ, എത്രയാളിപ്പോ കമന്റ് ചെയ്തതെല്ലാം എന്നിലാണ് മാറ്റം അല്ലെ, നിങ്ങളുടെ അകത്ത് നിന്നും ഈ മാറ്റം ഉണ്ടാവുന്നുവെങ്കിൽ അതിന്റെ വിത്ത് യഥാർത്ഥത്തിൽ എവിടെയാണ് ഇരിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള വിത്താണ്. ഞാൻ അതിന് കുറച്ച് വെള്ളവും വളവും ചേർത്തു എന്ന് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ചെയ്തത് ഇവിടുന്ന് വെള്ളവും വളവും ചേർക്കുമ്പോൾ വിത്ത് ഭാഗമായി മുകളിലോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാ വിത്തും നിങ്ങളിലുണ്ട്. അതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല അറിഞ്ഞില്ല എന്നത് മാത്രമേ വിഷയമുള്ളൂ. അപ്പോൾ കൃത്യമായും ഈ വിത്തിനെ നമ്മൾ അറിയണം, അല്ലെങ്കിൽ എവിടെയാണ് ഇതിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ പുതിയ മെഡിറ്റേഷൻ ആരംഭിക്കുമ്പോൾ അതിൽ ഒരു ചോദ്യമുണ്ട്, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന വിത്ത്
എവിടെയാണ് ഇരിക്കുന്നതെന്ന് ദേവി മഹാദേവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ കാരണമായ വിത്ത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നാലും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ മെഡിറ്റേഷൻ പോകുന്നത്. മുഴുവനായിട്ട് ഇനി വരുന്ന രാവിലത്തെ മെഡിറ്റേഷൻ പോകുന്നതാണ്. ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. പക്ഷേ അതൊന്ന് മനസ്സിലാക്കി എടുത്താൽ ജീവിതത്തിന്റെ മാറ്റം, ജീവിത വിജയത്തിന്റെ രഹസ്യം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അടുത്ത ആഴ്ചയാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യത്തിന് ക്ലാസ് ഓപ്പൺ ആയി തുടങ്ങുന്നത്. ഇനി ഒരു ഡിസ്കഷൻ കൂടി ഉണ്ടാവും, അത് കഴിഞ്ഞ് തുടങ്ങും. ജീവിത വിജയത്തിന്റെ രഹസ്യം തുടങ്ങുന്നത് ദേവി ദേവനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ്, എവിടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ വിത്ത് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ആ വിത്തിനെ നമുക്കൊന്ന്, ഞാനിപ്പോ ഇവിടെ ചെയ്ത പോലെ, നിങ്ങളിൽ വളരാനുള്ള മണ്ണും അല്ലെങ്കിൽ വളരാനുള്ള സാഹചര്യവും വെള്ളവും ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ വിജയം സാധ്യമാണ്. ഇതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും എന്നെ കൊണ്ട് പറ്റില്ല എന്ന ചോദ്യം തൽക്കാലം എന്നേക്കുമായി മായ്ച്ചു കളയുക. എന്തും എന്നെ കൊണ്ട് പറ്റും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും എന്നെ കൊണ്ട് സാധിക്കും. ഒരേ കാരണം എന്താണ്? ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും? ശബരിമലയിൽ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന വാക്ക് നീ തന്നെയാണ് അത്, അല്ലെ? തത്വമസി, അത് തന്നെയാണ് ഞാനും, ഇത് തന്നെയാണ് നീ. പ്രപഞ്ചം മുഴുവൻ കൂടിയിരിക്കുന്നത് ഒരേ ഒരു സ്ഥലത്താണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ എന്തും നമ്മളെ കൊണ്ട് സാധിക്കും. അതില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ തോന്നലിന്റെ കുഴപ്പം മാത്രമാണ് എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ ജീവനും സുഖമായിട്ടുള്ള യാത്രയിൽ തുടങ്ങും. അപ്പോ നമുക്ക് ഇന്നത്തെ ഗുഡ് ന്യൂസ് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. എന്നിട്ട് മതി ക്യാപ്സൂൾ കഴിക്കുന്നതൊക്കെ. ഗുഡ് ന്യൂസ് കേൾക്കാം. നമ്മുടെ സുധ ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സുധയോട് ആദ്യം കേൾക്കാം, അല്ലെ? ആരാണ് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ആ സുധ പറഞ്ഞു. സുധ, എനിക്ക് എന്തായാലും സാറിന്റെ ക്ലാസ് കേട്ടതിന്റെ ഗുണങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ട്. തീർച്ചയായിട്ടും എനിക്കിന്ന് അത്രയ്ക്കും കണ്ട് നല്ലോണം പെർഫെക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സാർ ഇന്നലെ പറഞ്ഞെന്ന വാക്ക് ഞാന് വീണ്ടും വീണ്ടും അവിടെ നിന്നിട്ടൊക്കെ ചൊല്ലിക്കൊണ്ട് നിന്നിരുന്നു. എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ റോഡ് ടെസ്റ്റ് നടത്തുമ്പോ പിന്നെ ടെൻഷനിലായി. പക്ഷെ എന്താ അറിയില്ല, ദൈവാധീനം നമുക്ക് സാറ് പാസ്സായത് തന്നു. എനിക്ക് ഇതൊക്കെ ശരിക്കൊന്നും ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ടും എനിക്ക് പാസ് എഴുതി തന്നു. അതാണ് അത്ഭുതം. ഓക്കെ, വെരി ഗുഡ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഇന്നലെ പറഞ്ഞ കഥയിൽ ഇന്ന് പറഞ്ഞത് മാച്ചായി, അല്ലെ? അതെ അതെ സാർ. നന്ദി പറയാൻ മറക്കരുത്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊന്നും ചെയ്യാഞ്ഞാലും കിട്ടുണ്ടാവൂലേന്ന്. അപ്പൊ അതേമാതിരി തന്നെ എന്റെ അനുഭവം അങ്ങനെ തന്നെ ആയത്. അപ്പൊ നന്ദി പറയണ്ടേ? നന്ദി പറഞ്ഞോളൂ, എല്ലാവരോടും നന്ദി പറഞ്ഞോളൂ. ഇന്നലെ ഇത്രയും ആൾക്കാരുടെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു ഇതിന് പോകുന്നതിന് മുമ്പ്, അല്ലെ? അതെ അതെ, എല്ലാവർക്കും നന്ദി. എന്തായാലും സാറിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും അതിലെല്ലാ ഭാഗമായ എല്ലാവർക്കും നന്ദി കേട്ടോ. എനിക്ക് എപ്പോഴും മനസ്സിൽ സന്തോഷമാണ്. എല്ലാരോടും നന്ദിയുള്ളത്. എന്താ അറിയില്ല, പ്രകൃതിയോടും എല്ലാരോടും എപ്പോഴും നന്ദിയുള്ള ആളാ ഞാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇന്നലെ നമ്മളെല്ലാവരും കൂടി ഒരു ഫുൾ ഒരു സെനർജിയാണ് നിങ്ങൾക്ക് തന്നത്. ഇന്നലെ ഇരുന്നവരെല്ലാവരും ഒറ്റ പ്രാർത്ഥനയെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, സുധയ്ക്ക് ഇന്ന് ലൈസൻസ് കിട്ടണം. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ പ്രാർത്ഥന ഭംഗിയായി നടന്നു. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ഓക്കെ, ശരി, താങ്ക് യു. ഇനി ആരാ സംസാരിക്കാനുള്ളത്? ഷൈല പറഞ്ഞോളൂ, എടുത്ത് പറഞ്ഞോളൂ പെട്ടെന്ന്. സാർ, ഞാൻ പുതിയ മെമ്പറാണ്. ഈ ക്യാപ്സൂൾന്ന് സാർ ഇന്നലെയും പറയുന്നത് കേട്ടു. എനിക്ക് അറിവില്ല എന്താന്ന് മനസ്സിലായില്ല സാർ. ഒന്ന് ഇൻഫോം ചെയ്താല്. ഞങ്ങൾ എപ്പോഴും ഇത് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ക്യാപ്സൂൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതാണ് ഞങ്ങളുടെ ഈ മോട്ടിവേഷൻ. ഞങ്ങൾ ഇവിടെ ഇരുന്നല്ലേ, കാരണം ഇത്രയും ആൾക്കാർക്ക് ഇങ്ങനെ എനർജി നിൽക്കുന്നത് ഞാൻ ക്യാപ്സൂൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എല്ലാ ദിവസവും കഴിക്കും കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കും കിട്ടും കേട്ടോ. ക്ലാസ് തുടങ്ങട്ടെ, എപ്പോ തരും, എല്ലാവരും കയ്യിലെത്തും. എന്താണ് ഞങ്ങളുടെ മാച്ച് കേട്ടോ. തരാം, വെയിറ്റ് ചെയ്തോളൂ കേട്ടോ. തരാം. പറഞ്ഞോ. ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട്. വെൽത്ത് മെഡിറ്റേഷൻ ക്ലാസ് ജോയിൻ ചെയ്തായിരുന്നു. എന്റെ വീട് 5 വിൽക്കാൻ ഇന്ന് അഡ്മിറ്റ് കിട്ടി. സൗണ്ട് പോകുന്നേ. 5 വർഷമായി ഞാൻ എന്റെ വീട് സെയിൽ ചെയ്തിരിക്കുന്നു.
ഇതേവരെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു. ഒരു 10-40 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ വീട് സെയിലായി. അഡ്വാൻസ് പൈസ കിട്ടി. കിട്ടിയോ? പൈസ കിട്ടിയോ? അഡ്വാൻസ് കിട്ടി. നാളെ എഴുതാന്ന് പറഞ്ഞു, കരാർ എഴുതാന്ന് പറഞ്ഞു. അപ്പൊ വീട് വിട്ടിട്ട് നിങ്ങൾ എവിടെ പോകും? ഞങ്ങൾക്ക് ബാധ്യത കയറിയിട്ട് വേറെ വ്യക്തി ഉണ്ടായിരുന്നില്ല സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചോണ്ടിരുന്നത്. 5 വർഷമായി ഞങ്ങൾ അതിന്റെ പിന്നാലെ ആയിരുന്നു. ഇന്നാണ് അതിന്റെ എക്സ്ചേഞ്ച് ആയിട്ടാണ് വന്നോണ്ടിരുന്നത്. ഇപ്പോ എഡ്യൂക്കേഷൻ കച്ചവടത്തിന് നടന്നു. വീട് വിറ്റിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകും? എവിടെ താമസിക്കും? പിന്നെ ഞങ്ങൾ എന്തായാലും ഒരു റെന്റിന് താമസിക്കേണ്ടി വരും. ഉം. അപ്പോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നന്ദിന്നാണ് ഞാൻ എഴുതി വെച്ചായിരുന്നത്. ഒരു കുറച്ച് ദിവസമായുള്ളൂ ഞാനിപ്പോ ജോയിൻ ചെയ്തിട്ട്. ഇന്നിപ്പോ മെഡിറ്റേഷൻ ക്ലാസ്സിൽ നിന്ന് ജോയിൻ ചെയ്തായിരുന്നു. ഓക്കെ, സന്തോഷം സന്തോഷം. തൽക്കാല വിഷയം. സാറേ ഞാൻ ഓക്കെ, ശൈലജ പറഞ്ഞു. പറയട്ടെ ആ ഞാൻ പറയട്ടെ സാറേ. പറഞ്ഞു. രാധാദിന് ആ പറഞ്ഞു. എനിക്ക് 100 രൂപ ലോട്ടറി അടിച്ചു. എത്ര? 100 രൂപ. 100 രൂപ സന്തോഷം. ഞാനൊരു സംഖ്യ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടിയ സന്തോഷമാണ് എനിക്ക് 100 രൂപ കിട്ടിയത്. അത് എന്തായാലും പിന്നെ 2020 മെഡിറ്റേഷന്റെ അത് സാർ ഇട്ടെന്നില്ലേ, അതെന്നും ചെയ്യണോണ്ട് കുഴപ്പമുണ്ടോ? എന്നും ചെയ്യാനല്ലേ നിങ്ങൾ തന്നത്? അത് ഞാൻ എന്നും ചെയ്യുന്നുണ്ട്. രാത്രി 10 തൊട്ട് 11 വരെ എന്നും ചെയ്യുന്നുണ്ട്. അതിലിടയ്ക്ക് ഇപ്പൊ ഞങ്ങള് കോയമ്പത്തൂര് ഇതില്ലേ ആദിയോഗിയുടെ സ്ഥലത്ത് പോയി. ആദിയോഗിയുടെ സ്ഥലത്ത് പോയപ്പോ ഭയങ്കര മനസ്സിന് നല്ല, നമ്മുടെ മെഡിറ്റേഷനൊക്കെ ഉള്ള സ്ഥലല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം. ഒരു ദിവസം ഫുള്ളായിട്ട് മോനായിട്ട് പോയി. അപ്പൊ അവൻ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി നിൽക്കുമായിരുന്നു വീട്ടില്. പക്ഷെ നമ്മുടെ 2020 കഴിഞ്ഞപ്പോ അവൻ ശാന്തായി. അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അമ്മ നമുക്ക് തറവാട്ടമ്പലത്തിൽ പോവാ, ആദിയോഗിയുടെ അവിടെ പോവാന്നൊക്കെ പറഞ്ഞ് അവൻ ഇന്ന് വരെ ശാന്തമായിട്ട് നിൽക്കുക. അങ്ങനത്തെ ഒരു അന്തരീക്ഷം, നല്ല നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷമായി വീട്ടില് 2020 കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ സന്തോഷത്തിന്റെ ഇതിലാണ് ഇപ്പൊ. 100 രൂപ ഒന്ന് ലോട്ടറി അടിച്ചു. അപ്പൊ ഓക്കെ, എല്ലാവരും താങ്ക് യു. കൂടി ഹാപ്പി. ബാക്കിയുള്ളവർ പറഞ്ഞു സംസാരം. മോനിപ്പോ സന്തോഷമുണ്ട്, സുഖമുണ്ടല്ലോ? അത് മതി. ഓക്കെ, അടുത്ത ആൾ പറഞ്ഞോ. എന്താണ് രഞ്ജു? പറഞ്ഞോ. ലോട്ടറി നിങ്ങൾക്ക് എല്ലാ ദിവസവും ലോട്ടറി അടിക്കാണല്ലോ? ജ്യോതിഷ് 1100 അടിച്ചു സാർ. ആഹാ, നല്ല കാര്യം. എല്ലാ ദിവസവും അടിക്കുന്നത് നല്ല കാര്യം. ചെലവില്ല കാശ് ഇവിടെ തന്നെ ലോട്ടറി അടിച്ചെന്നെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലത്. താങ്ക് യു സാർ. ശാന്തി വിശ്വം വരുമ്പോ സംസാരിച്ചോ. ഹലോ ഹലോ യെസ് ഹലോ യെസ്. സാറിന്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം എനിക്ക് പണ്ടത്തെ ഒന്നും അല്ല, ഞാൻ ഒത്തിരി ഉണർവും സന്തോഷമല്ലാണ്. അതുകൊണ്ട് തന്നെയാണ് 105ന്റെ 5:15 എല്ലാ പരിപാടിയും കഴിഞ്ഞ എനിക്ക് മൂണിന്റെ ഇത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഒരു 7.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ പറമ്പിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതെനിക്ക് ഇന്നലെ തന്നെ, ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ഇവിടുന്ന് തന്നെ കിട്ടി, ഡ്യൂട്ടി സ്ഥലത്ത് നിന്ന് തന്നെ, ആ മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം. പിന്നെ എനിക്ക് പൈസ എന്നും കിട്ടുന്നുണ്ട്. 500, 1000, 2000 വെച്ച് എനിക്ക് എന്നും കിട്ടുന്നുണ്ട്. അത് കാരണം ക്ലാസ്സിലെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പ്രസിദ്ധമയുടെ തന്നെ വഴക്ക് പറയും, എല്ലാ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെ കയറാനാന്നും പറഞ്ഞുണ്ട്. എന്നാലും ഞാൻ കയറുന്നുണ്ട് കിട്ടുന്ന സമയത്തില്. സാറിന്റെ ബുക്ക് കിട്ടിയിട്ടോ ഒന്ന് എനിക്ക്, ജീവിത രഹസ്യത്തിന്റെ. പിന്നെ ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് പറയാൻ, ഇനിയും ഒരുപാട് പറയാൻ അനുഭവം ഉണ്ടാവട്ടെ. ഓഡിയോ ആയിട്ട് അയച്ചു. നെറ്റില്ല അവിടെ. ഓഡിയോ ആയിട്ട് അയച്ചു കേട്ടോ. പിന്നെ എല്ലാം കൂടെ പറയാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ. താങ്ക് യു. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് സംസാരിക്കാം കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. എന്താണ് ഇന്നലെ പറഞ്ഞു? 2020 മെഡിറ്റേഷൻ 2 ദിവസം ഇപ്പൊ സപ്താഹം തുടങ്ങിയപ്പോ, അപ്പൊ അത് കഴിഞ്ഞ് ചെയ്താൽ പോരെ? ഞാൻ 3 ദിവസം ചെയ്തു. അമ്പലത്തിൽ സപ്താഹമാണ് ഇപ്പൊ. കേൾക്കാമോ? അത് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? അത് എന്നോട് ചോദിച്ചു. നിങ്ങളല്ലേ ചെയ്യുന്നത്, ഞാനല്ലല്ലോ. അല്ല, അതിന് കുഴപ്പമുണ്ടോന്ന് അറിയാനും. ഏത് സപ്താഹത്തിനോ? അല്ല, 2020 മെഡിറ്റേഷൻ 3 ദിവസം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സാറ് ദിവസം ചെയ്തോളാൻ പറഞ്ഞില്ലേ? അപ്പൊ ഇപ്പൊ സപ്താഹം തുടങ്ങിയേക്കുന്നത്. ആരോട് പറഞ്ഞു ദിവസം ചെയ്തോളാൻ?
ഇതിലിട്ടില്ലേ? ഇതിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ ആരോടാ ദിവസം ചെയ്തോളാൻ പറഞ്ഞത്? ചെയ്യാമോന്നാ ചോദിച്ചത്. ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ നിങ്ങൾ മറ്റേ സമയത്ത് സപ്താഹം കൊണ്ടൊന്നും ചെയ്യണ്ട, മറ്റൊരു സമയത്ത് ചെയ്തോളൂ. എന്തപ്പോ സംശയം? പക്ഷെ പക്ഷെ ഒരു കാര്യമുണ്ട്, സപ്താഹത്തിന് പോകുന്നതൊക്കെ കൊള്ളാം. അവിടെ പറയുന്ന ആ വാക്ക് ശരിക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ അവിടെ ഒന്ന് ശ്രദ്ധിക്കൂട്ടോ. അവിടെ ഇരുന്നിട്ടിപ്പോ ശരീരം അവിടെ മനസ്സ് മറ്റെടുത്തായിട്ട് സപ്താഹത്തിന് പോയിരുന്നിട്ട് ഒരു കാര്യമില്ല. സപ്താഹത്തിന്റെ പറയുന്ന വാക്കുകൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ അതിൽ തന്നെ മുഴുവൻ ജീവിതമുണ്ട്. ഭാഗവതത്തിൽ പറയാത്ത ജീവിതങ്ങളൊന്നും ഇന്ന് ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കുകയില്ല. മുഴുവൻ അതിൽ പറഞ്ഞു. അതൊന്ന് ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിന്ന് ക്ലാസ്സിൽ വേണം. ഓക്കെ, അടുത്ത അല്ല മല്ലിക ഒന്നും പറയണ്ട ഇപ്പൊ ഇല്ലല്ലോ? ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഞാന് പറഞ്ഞത് ഞാൻ പറയാനാകുന്നേ ഉള്ളൂ സാറ്. ഓക്കെ ഓക്കെ, താമസിയാതെ ഞാൻ വരും പറയാൻ. ഓക്കെ. മ്യൂട്ട് ചെയ്താലും പിന്നെ എങ്ങനെ വരിക? ഓക്കെ, ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നീ പറഞ്ഞത് ഇത്രയായിരുന്നു നേരത്തെ. അവരോട് ഇന്ദിരാദേവിയോട് പറഞ്ഞ കാര്യം ഇത്രയാണ്. നമ്മള് സപ്താഹത്തിന് പോവുകയും ഭാഗവതം പാരായണം കേൾക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ കുർബാന കൂടാൻ പോവുകയൊക്കെ ചെയ്യുമ്പോഴേ അറ്റ്ലീസ്റ്റ് ആ സമയമെങ്കിലും അവിടെ ശ്രദ്ധാപൂർവം ഇരിക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായി നമ്മൾ ഇതുപോലെ പറഞ്ഞു തരുന്നുണ്ട്. അത് ശരിക്കും അവിടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പോകണം. സപ്താഹത്തിനൊക്കെ പോകുന്ന ആൾക്കാർ പ്രധാനമായിട്ട് പോകുന്ന എന്തിനാണെന്നറിയോ? അമ്പലത്തിൽ സപ്താഹങ്ങളൊക്കെ ഉണ്ടാവും. പ്രധാനമായിട്ട് ആൾക്കാർ പോകുന്നത് നല്ല സദ്യയും പായസമൊക്കെ ഉണ്ടാവും. അത് വിഭവസമൃദ്ധമായി കഴിക്കാനാവരുത് പോകുന്നത്. അപ്പോ അതെ, സദ്യയൊക്കെ ആവരുത് പോകുന്നത്. ഇതേ എല്ലാ ക്ഷേത്രങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാ ക്ഷേത്രങ്ങളും ഉത്സവത്തിന് നല്ല തിരക്കാ. എവിടെയാണെന്നറിയോ? ഭക്ഷണശാലയിൽ. ആ പ്രതിഷ്ഠയുടെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, ഒരു ക്യാമറ എടുത്തിട്ട് 1 മണിക്കൂർ അവിടെ നിൽക്കണം. അപ്പൊ മനസ്സിലാവും ആൾക്കാരുടെ ഒഴുക്ക് എങ്ങോട്ടാന്നുള്ളത്. നല്ലതാണ്. അന്നം ഇവിടെയും വേണം, ഇവിടെയും വേണം, 2 സ്ഥലത്തും വേണം. ഇവിടെ എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് പോകണം. ഇവിടേക്ക് ലഭിക്കാൻ മാത്രമാണെങ്കിൽ അഗ്രശാലയിൽ പോയാൽ മതി. പറഞ്ഞു എല്ലായിടത്തുള്ള അനുഭവം ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും കല്യാണം നടക്കുന്നത് കാണാറില്ല. അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നിടത്താണ് ഇടിയും അടി ഒടക്കലും, അല്ലേ? ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇങ്ങനെ ആവരുത്. ഓക്കെ, പ്രസാദം കൂട്ടൽ ഓരോ കാര്യം. അപ്പോ ഇന്നത്തെ വിഷയം, ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി തയ്യാറാവുക. ഒരുപാട് ആൾക്കാർ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് ഒരു കിടിലം ടെക്നിക്ക് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ ക്യാപ്സൂൾ എടുത്ത് കഴിക്കണം. ആ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. യെസ്. അപ്പൊ പുതിയ വന്ന ആൾക്ക് ക്യാപ്സൂൾ എന്താണെന്ന് താഴെ ജസ്റ്റ് കമന്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ ടൈപ്പ് ചെയ്യുന്ന ഒരു വേർഡ് കാണാം. ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്ന് പറയുന്ന ആ വാക്ക് നിങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് ഇവിടെ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന പോലെ അല്ലെങ്കിൽ ക്യാപ്സൂൾ കഴിക്കുന്നത് പോലെ പറയും. അത് പറയുന്നതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഇരിക്കുന്നത്. അപ്പോൾ പുതിയതായി ജോയിൻ ചെയ്ത ആൾക്കാരും ഇത് ഉപയോഗിച്ചോളൂ. ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്താണ്? സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്ത് സ്വീകരിക്കാൻ? വിജ്ഞാനം അല്ലെങ്കിൽ അറിവ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അത് സന്തോഷത്തോടു കൂടി അറിവ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ടോ അറിവ് നേടിയിട്ട് എന്ത് ചെയ്യും? അറിവ് നേടിക്കഴിഞ്ഞത് മാത്രം കാര്യമില്ല. അറിവിനെ കൊണ്ടുപോയി നമ്മൾ എവിടെയെങ്കിലും ചുറ്റിക്കൂട്ടി വെക്കുകയല്ല ചെയ്യുന്നത്. അതിനെ നമ്മുടെ തലച്ചോറിലിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ജീവിതത്തിൽ ഇപ്പൊ പറയുന്ന പോലെ ആൾക്കാർ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ എവിടെയൊക്കെയോ സന്ദർഭങ്ങൾ കിട്ടുന്നു, അവിടെയൊക്കെ ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ഉണ്ടാക്കിക്കൊണ്ട് എല്ലായിടത്തും നമ്മൾ പോകുന്ന പോക്കിലും ഉറങ്ങുന്ന ഉറക്കത്തിലും കഴിക്കുന്ന കഴിക്കലിലും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അൺകണ്ടീഷണലായി നമ്മുടെ അറിവിനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് മറ്റൊരു രൂപത്തിലേക്ക് മാറും.
ഒരു ഗുളിക എടുത്ത് ക്യാപ്സൂൾ എടുത്ത് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വെള്ളവും കൂടി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ എപ്രകാരമാണോ അത് സ്പ്രെഡായി എല്ലാ ശരീരഭാഗത്തേക്ക് വേണ്ട സ്ഥലത്തേക്കെല്ലാം സഞ്ചരിക്കുന്നത്, അതുപോലെ നമ്മൾ കിട്ടുന്ന അറിവിനെ തലച്ചോറിലെടുത്ത് അല്ലെങ്കിൽ മനസ്സിലിട്ട് പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ജ്ഞാനമായി മാറുന്നു എന്നുള്ളതാണ്. ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണകരമായ മാറ്റമുണ്ടാകുള്ളൂ. ആ ജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് സ്വയം മാറ്റിയെടുക്കുമ്പോൾ അതിന് വിളിക്കുന്ന പേരാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ ഇത് നമ്മുടേതായി മാറുകയുള്ളൂ. അപ്പോൾ കിട്ടുന്ന അറിവിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ജ്ഞാനത്തിലേക്ക് എത്തിച്ച് ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ സർവ്വതും ലഭിച്ച ഒരാളായി മാറും എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്താൽ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമുക്ക് സന്തോഷത്തോടുകൂടി ഹാപ്പിനെസ് ശരിക്കും നമ്മൾ എവിടെയെങ്കിലും തേടിക്കിട്ടുന്ന സംഭവമല്ല, നമ്മൾ അതായി തീരുകയാണ് ചെയ്യുന്നത്. ഏത് സന്ദർഭത്തിൽ വന്നാലും എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം എന്ന അവസ്ഥ എപ്പോഴാണോ നമ്മളിൽ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. അതുവരെ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്, പക്ഷെ ഇതെപ്പോഴും നമ്മളെ വന്നു നിന്നാൽ വിജയിച്ചു എന്ന് മാത്രമായി മാറും. അപ്പോൾ ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കാൻ സാധിക്കുന്നവരെല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചേ. ഞാൻ ചിരിക്കുന്ന പോലെ നിഷ്കളങ്കമായി ചിരിച്ചേ. ഒന്നും സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ വായി അടച്ചു ചിരിക്കരുത്, ഇങ്ങനെ ആക്കരുത്. സംസാര മധ്യേ വരുന്ന പുഞ്ചിരി ഉണ്ടാവട്ടെ, അതാണ് ശരിയായ പുഞ്ചിരി. നമ്മൾ സംസാരിക്കുമ്പോഴും ഇങ്ങനെ പൂർണ്ണമായി പുഞ്ചിരിക്കാൻ പറ്റുന്ന കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഈ 250 ആൾക്കാരും ഒന്ന് ചിരിച്ചേ നോക്കട്ടെ. ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇടാം. നിങ്ങൾ സംശയിച്ചിരിക്കുന്ന എല്ലാവരും നോക്കട്ടെ എത്ര പേർക്ക് ചിരിക്കാൻ പറ്റും. ചിരിക്കാൻ പറ്റാത്ത ആൾക്കാർ എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് ചിരിച്ചേ. യെസ്, ഒരു മിനിറ്റ്. ആരെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ. അവിടെ നമുക്കിതെല്ലാം എടുത്തു വെക്കാം. പുഞ്ചിരിക്കുന്ന ആൾക്കാരെല്ലാരും കാണട്ടെ. യെസ്, ഒരു മിനിറ്റ്. ഇതൊന്ന് സേവ് ചെയ്ത് വെക്കണം. എവിടെയാണ്? MS Paint. ഒറ്റ മിനിറ്റ് കേട്ടോ. അടുത്ത ചിരിക്കാൻ പറയാം. എനിക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ച് പുഞ്ചിരിച്ച സ്ക്രീൻ എടുക്കാം. റെക്കോർഡിംഗ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ അടുത്ത ചിരി ഒന്നുകൂടി ചിരിച്ചേ. കുറെ ആൾ ക്യാമറ പെണ്ണിലുണ്ട്. എല്ലാവരും കുഞ്ഞാവേണ്ടി ചിരിപ്പിച്ചേ. സുവർണ കുഞ്ഞാവേണ്ടി ചിരിക്കാൻ പറഞ്ഞേ. യെസ്, പോരട്ടെ. ചിരി ഒന്ന് കൂട്ടെ. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്ത് ചിരിക്കൂ. കുറെ ആൾക്കാർ ക്യാമറ ഓഫ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കാണും. ക്യാമറ ഓഫ് ചെയ്ത് ചിരിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. യെസ്, അപ്പൊ എല്ലാവരും നിങ്ങൾ ചിരിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി വിടിയിരിക്കും. ഓക്കെ, മതി അല്ലേ? യെസ്, അറിയാം. ഇങ്ങനെ ഒരു എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയാൽ ചിരിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ചിരി വന്നോളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്റെ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ വെച്ചോളൂ. എന്നിട്ട് എന്നെ കാണുന്ന വഴി ഇയാളാണ് ആ ചിരിക്കുന്ന ആളല്ലേ എന്ന് കരുതിട്ട് അപ്പൊ മനസ്സിൽ ചിരി വരും. അപ്പൊ ആരും കാണാതെ ചിരിക്കും. അത് ഞാൻ കാണുള്ളൂ. അതുപോലെ സന്തോഷം അങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് 17 സെക്കൻഡ് കൊണ്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാം. അല്ലെ? 17 സെക്കൻഡ് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് പറഞ്ഞ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. 17 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിക്കേണ്ടത് നോക്കട്ടെ. ഓരോ ആളുടെ ആവശ്യം എന്താണെന്ന് നോക്കട്ടെ. ഞാൻ അവിടെ കിട്ടതൊക്കെ പോയിന്റ് ഒക്കെ വിട്ടു. അത് അഡ്മിൻ ഓരോ കളി കളിക്കുകയാണ്. അതൊക്കെ നിങ്ങളെ വിളിച്ചു കൂട്ടാൻ വേണ്ടി അഡ്മിൻ ചെയ്യുന്ന ടെക്നിക്കാണ്. അത് വിട്. നിങ്ങൾക്ക് എന്താണ് 17 സെക്കൻഡ് കൊണ്ട് വേണ്ടത്? എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ 17 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് വേണ്ട എന്താണ്? പോരട്ടെ, എല്ലാവരും പോരട്ടെ. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വലിയ മാറ്റമാണ് എന്റെ ക്ലാസ്സിൽ വന്നവർക്ക് അല്ലേ? ഹാപ്പിനെസ്, സന്തോഷം, ആരോഗ്യം, മാറ്റമുണ്ടായി. ഹാപ്പി. മണിയുടെ പണത്തിന്റെ ഒഴുക്ക് കുറച്ച്, ഡ്രൈവിംഗ് ലൈസൻസ്, അമ്മയുടെ ആരോഗ്യം, ഹാപ്പിനെസ്, മണി ആൻഡ് ഹാപ്പിനെസ്, ടെക്നിക്സ് ആണ്. ഹാപ്പിനെസ് ഇൻ ഓൾ ആസ്പെക്ട്സ്. ഓക്കെ, ഹാപ്പിനെസ്. വലിയ മാറ്റമാണ് ആൾക്കാർ. നേരത്തെ മണിയും കിട്ടണം, സമാധാനം കിട്ടണം. രണ്ടും ഒന്നിച്ച് കിട്ടില്ല. നിങ്ങൾക്ക് മണി വേണം, മണി സമാധാനം വേണം. ഞാൻ രണ്ട് വരങ്ങൾ ഒന്നിച്ചില്ല. ഏതെങ്കിലും ഒരു വരം ചോദിക്കുക. അതാ വേണ്ടേ? മണി വേണം, സമാധാനം വേണം.
ദൈവത്തിനോട് ചോദിക്കുമ്പോൾ രണ്ടും തരില്ല, ഒരു ഓപ്ഷനേ ഉള്ളൂ, ഒന്നിക്കൽ മണി തരാം അല്ലെങ്കിൽ സമാധാനം, ഏതാ വേണ്ടത്? നിങ്ങൾ രണ്ടാമത്തെ ഘടകം ഉണ്ടാക്കിയാൽ ഒന്നാമത്തെ ഘടകം ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞാൻ പലവട്ടം പറഞ്ഞതാണ്, മണി വിൽ ഫ്ലോ only where there is a, അതിന്റെ മണി എത്തേണ്ട സ്പേസ് എവിടെയാണെന്ന് മണി തീരുമാനിച്ചെടുത്ത് മാത്രമേ മണി വരുള്ളൂ. മണി വിൽ കം only there is a respect for money. നിങ്ങൾ മണി വരാനുള്ള റെസ്പെക്ട് നൽകുന്നുണ്ടെങ്കിൽ അവിടേക്ക് മണി വരും. അതിൽ ഒരു കണ്ടീഷനും ഇല്ല. നമ്മളിത് നൽകുന്നില്ല എന്നുള്ള സത്യമാണ്. സമാധാനം ഉണ്ടായാൽ എല്ലാം ഉണ്ടാവും. വളരെ കറക്റ്റാണ്. സമാധാനം എവിടെയാണോ ഉണ്ടാക്കിയത്, അപ്പൊ എവിടെയാണ് സമാധാനം ഉണ്ടാവേണ്ടത്? ഒറ്റ കാര്യം ചോദിച്ചോളാം, തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ നിങ്ങൾ ആരെങ്കിലും പോയി കൈ മുക്കുമോ? അല്ലെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ആരെങ്കിലും പോയി കൈ മുക്കുമോ? മുക്കില്ലല്ലോ. ഒരാളും അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല. അപ്പൊ നിങ്ങൾ മനസ്സാകുന്ന നിങ്ങളുടെ മനസ്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ, അതായത് സമാധാനമില്ലാതെ തിളച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൽ ആ പാവം മണി വന്നിട്ട് കൈ മുക്കുമെന്ന് കരുതുന്നത് എത്ര പോഷകത്തരമാണെന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ചെയ്യൂ, നമ്മൾ ചെയ്യില്ലല്ലോ. അപ്പൊ പിന്നെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മണിയല്ല, എന്തെങ്കിലും ഒരു സാധനം വരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബന്ധം വരൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തന്നിട്ട് നിങ്ങൾ ചിരിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഒരു സംഭവം എവിടെയെങ്കിലും കാണാൻ പറ്റൂ, എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ വരും. കാരണം ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആര് കൈയിടാൻ പറ്റില്ല. കാണുമ്പോഴേ ദൂരെ മാറിക്കോ, ഒരു അതിലൂടെ പോവില്ലേ. ഇതൊന്ന് മനസ്സിലാക്കണേ. ഞാൻ പറഞ്ഞത് ലളിതമാണ്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എവിടെയാണോ സമാധാനമുള്ളത് അവിടെ മാത്രമേ എല്ലാം ഉണ്ടാവുകയുള്ളൂ. മറ്റെല്ലാം നിങ്ങൾ വെട്ടിപ്പിടിക്കും. അല്ലേ? മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോ നിങ്ങൾ മറ്റേ വടിയെടുത്തിട്ട് എറിഞ്ഞിടാൻ പറ്റും. മാങ്ങ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. താഴെ വീണ മാങ്ങയ്ക്ക് ആദ്യം കാണുമ്പോൾ കേടൊന്നും ഉണ്ടാവില്ല, പക്ഷെ അത് എടുത്ത് പഴുപ്പിക്കാൻ വെച്ചാൽ എവിടെയെങ്കിലും പഴുത്ത് കഴിയുമ്പോൾ ഒരു കേട് വരും, താഴെ വീണത് കൊണ്ട്. അതേ മാങ്ങ 4 ദിവസം 5 ദിവസം മാവിൽ തന്നെ പഴുത്താൽ താഴെ വീണ് കഴിഞ്ഞാലും കേടുവരില്ല കഴിക്കാൻ. അല്ലേ? ചക്കയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകുന്ന പോലെ, മാങ്ങ പൊട്ടൂല, വളരെ കുറവാണ്. പക്ഷെ എത്ര പേർക്ക് ആ മാങ്ങ അവിടെ തന്നെ പഴുക്കാൻ വരെ കാത്തിരിക്കാൻ പറ്റും? അപ്പൊ പറയും, അല്ല വവ്വാലും കൊത്തി കൊണ്ടുപോയാലോ. അല്ലേ? അതാണ് വിഷയം. അതേപോലെ അല്ലേ ടെൻഷൻ കാശിന്റെ കാര്യത്തിലും. നമ്മൾ ഓടിച്ചിട്ട് പിടിക്കും. എന്താ പിടിക്കുന്നത്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ടുപോയാലോ. ഇതേ ടെൻഷൻ എല്ലായിടത്തും ഉണ്ട്. നമ്മളിലേക്ക് വരാനുള്ളത് വരുത്തന്നെ വേണം, വരുത്തണം. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മളിലേക്ക് വേണ്ടതിനെ വരുത്താൻ പഠിക്കണം. മക്കൾ പിണങ്ങിയോ? മക്കളെ ഇങ്ങോട്ട് വരുത്താൻ പഠിക്കണം. നമ്മൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾ വീണ്ടും ദൂരം പോകും. അല്ലേ? പണ്ടേ അങ്ങനെയല്ലേ? നിങ്ങൾ വീട്ടിലെ കുട്ടികളെ നമ്മൾ മക്കളെ കളിപ്പിക്കുമ്പോൾ ഇവിടെ വാടാ, ഇല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ പേടിച്ച് പറിച്ച് ചിലപ്പോൾ വന്നെന്ന് വരും. പിന്നെ അവൻ വിചാരിക്കും ഇപ്പൊ കിട്ടും, ഓടും. ഗ്യാപ്പ് കിട്ടിയാൽ ഓടും. വാമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ മിണ്ടാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സ്നേഹം മാത്രം പ്രകടിപ്പിച്ചാൽ മതി, ഓട്ടോമാറ്റിക് വന്നോളും. ഇത് ഞാൻ എന്നും പറയാനുള്ളത്, പണത്തിന്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആവശ്യമുള്ളതിനെ ആകർഷിച്ചെടുക്കണം, ഓടിച്ചിട്ട് പിടിക്കരുത്, നിൽക്കില്ല. ഞാനിപ്പോ നേരത്തെ 2-3 എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ്. ഞാൻ പല വട്ടം ആലോചിച്ചു ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നേരത്തെ ഒരു സഹോദരി പറഞ്ഞ കാര്യം, വീട് വിൽക്കാനായിട്ട് കുറെ കാലം ശ്രമിച്ചു, വീട് വിറ്റിട്ട് കടം തീർക്കുന്നു, കടം തീർത്തിട്ട് പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നു. കേൾക്കുമ്പോൾ അവരെ സംബന്ധിച്ച് വീട് വിറ്റിട്ട് ഒരു പരിഹാരം തേടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? ഒരു വീടുണ്ടാക്കുക, എന്നിട്ട് അതിൽ സുഖമായി കിടന്നുറങ്ങുക. ഇതല്ലേ നമ്മുടെ സാധാരണ ഇതിലെ ഏറ്റവും വലിയ അഭിലാഷം. അതേ സാധനത്തെ കളഞ്ഞു കുളിച്ചിട്ട് ഒരു വാടക വീട്ടിൽ പോയി താമസിക്കുമ്പോൾ എത്രത്തോളം സമാധാനം ബാക്കിയുണ്ടാവും? എന്തുകൊണ്ട് അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ട് വീട് വിൽക്കേണ്ടി വന്നു എന്നൊന്ന് ചിന്തിച്ചാൽ അതിനെ തിരുത്താമായിരുന്നില്ലേ? തിരുത്താം, ആർക്കും തിരുത്താൻ പറ്റാത്ത വിഷയങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾക്ക് അറിഞ്ഞു പോയിട്ടും ബിസിനസ്സിൽ നഷ്ടം വന്നു, അറിയാം. ബിസിനസ് നഷ്ടം വരുന്നുണ്ട്, നമുക്ക് മുൻകൂട്ടി അറിയാം. ഒരു സുപ്രഭാതത്തിൽ പറ്റിച്ച് തകർന്നു പോകുന്നതല്ല ബിസിനസ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ അത് പറഞ്ഞപ്പോ
ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ വീട് വിറ്റു എന്ന് പറയുമ്പോൾ എനിക്കത്ര സന്തോഷം തോന്നുന്നില്ല അത്. കാരണം എന്താ അറിയോ, അതല്ല വേണ്ടത്. സാഹചര്യം ഒരിക്കലും അങ്ങനെ ആക്കുന്നില്ല. ഒരു സാഹചര്യവും നമ്മളെ അങ്ങനെ ആക്കുന്നില്ല. നമ്മൾ ഒരു ചൊല്ലുണ്ട്, ഇന്നത്തെ ക്ലാസ്സിന് വ്യത്യസ്തമായി പറയാണ്. ഒരു ചൊല്ലുണ്ട്, നോ വൺ ഹാസ് എവർ ഹേർട്ട് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഒരാളും നിങ്ങളെ ഒരിക്കലും ദ്രോഹിച്ചിട്ടില്ല. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? നോ വൺ ഹാസ് എവർ ഹേർട്ട് യു ഇൻ ദ വോൾ ഓഫ് യുവർ ലൈഫ്. നോ വൺ ഹേർട്ട് യു. നിങ്ങളുടെ മൊത്തം ജീവിതത്തിൽ ഒരാൾ പോലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈവൻ ഹാസ് എവർ അപ്സെറ്റ് യു. ഒരു സാഹചര്യവും നിങ്ങളെ അപ്സെറ്റ് ആക്കിയിട്ടില്ല. ആൾ ദിസ് വാസ് ഡൺ ബൈ വൺ പേഴ്സൺ. അവന്റെ പേരറിയാമോ? ഇതെല്ലാം ചെയ്തത് ഒരേ ഒരാൾ മാത്രമാണ്. പേരറിയാമോ? ഒന്ന് ടൈപ്പ് ചെയ്ത്, ആളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങളുടെ ജീവിതത്തിൽ ഹേർട്ട് ചെയ്ത ഒരാളുടെ പേര്, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അപ്സെറ്റ് ആക്കിയ ഒരാളുടെ പേര്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഏതൊരു സാഹചര്യവും. അപ്പൊ യൂട്യൂബ് കാണുന്നവർക്ക് എല്ലാവർക്കും ചോദ്യമാണ്, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേക്ക്, ആരെയാണ് നിങ്ങളെ ഹേർട്ട് ചെയ്തതെന്ന് താഴെ ഒന്ന് ടൈപ്പ് ചെയ്യണേ. നോക്കട്ടെ എത്ര പേരുണ്ട് നോക്കട്ടെ. ഇതൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു സാഹചര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞു, സാഹചര്യങ്ങളെ അങ്ങനെ ആക്കിയില്ല. സാഹചര്യങ്ങളൊന്നും അങ്ങനെ ആക്കിയിട്ടില്ല. അത് നമ്മുടെ വിഷയമല്ല ഇന്നത്തെ. പക്ഷെ ഇത് ഒന്ന് മനസ്സിലാക്കാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് തിരിച്ചറിയുക തന്നെ വേണം. അപ്പോൾ സൊല്യൂഷൻ ആർക്കാണ് നമുക്കത് പരിഹാരം കാണാൻ പറ്റുക? ഇപ്പോൾ സംഭവിച്ച കാര്യത്തിൽ പരിഹാരം കാണാൻ പറ്റുക ആർക്ക് പറ്റും? ഒരാൾക്കേ പറ്റത്തുള്ളൂ. വേറെ ഒരാൾക്കും പരിഹാരം കാണാൻ പറ്റില്ല. സാഹചര്യം ഉണ്ടാക്കിയതും ആള് തന്നെയാണ്, പരിഹാരം കാണേണ്ടതും ആള് തന്നെയാണ്, പരിഹാരം ചെയ്യേണ്ടതും ആള് തന്നെയാണ്. ഇത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം പിന്നെ ബഷീർ ഖാന്റെ ഭാഷയിൽ പറഞ്ഞാൽ സുന്ദര സുരഭിലമാകും. വേറൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് 17 സെക്കൻഡിലേക്ക് പോവാം. ബാക്കിയെല്ലാം ഇവിടെ ഇരിക്കട്ടെ. 17 സെക്കൻഡ് കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ, ഞാൻ അതിന്റെ സമ്പത്തിനെ പറ്റി തന്നെ പറയാം. 17 സെക്കൻഡ് കൊണ്ട് എങ്ങനെയാണ് സമ്പത്തിനെ നമ്മൾ ആകർഷിച്ചെടുക്കുക. സമ്പത്ത് എന്ന് നിങ്ങൾ എന്തും എടുത്തോളൂ. സമ്പത്തോ ജോലിയോ സാഹചര്യങ്ങളോ സ്നേഹമോ ലവോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. അതിന് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്. ഇഗ്നേറ്റ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ 17 സെക്കൻഡ് റോളിനെ പറ്റി പറയുന്നത്. ദ ഇഗ്നേറ്റ് ദ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. നമ്മുടെ മാനിഫെസ്റ്റേഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആകർഷണ നിയമം. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായിത്തീരുന്നു. യു ബിക്കം വാട്ട് യു തിങ്ക് അബൌട്ട് മോസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്താണോ ചിന്തിക്കുന്നത് അത് നിങ്ങൾ ആയിത്തീരുന്നു എന്നുള്ള ലോ ഓഫ് അട്രാക്ഷൻ നിയമമാണ് 17 സെക്കൻഡ് നിയമത്തിനും ബാധകം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. 2-3 തരത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നമുക്ക് നിലവിൽ ഓൺഗോയിങ് ആണ്. ഒന്ന് നോർമൽ ലോ ഓഫ് അട്രാക്ഷൻ, ഒന്ന് വാട്സപ്പ് ലോ ഓഫ് അട്രാക്ഷൻ, പിന്നെ ഒന്ന് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ. അങ്ങനെ 3 തരത്തിലുള്ള ഹൈ പവർ ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ നമുക്കുണ്ട്. അതിലെല്ലാം മാനിഫെസ്റ്റേഷൻ, പിന്നെ മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് മണിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മാനിഫെസ്റ്റേഷൻ പ്രോസസ് ഉണ്ട്. മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അത് വളരെ വളരെ പവർഫുൾ, വെരി ഹൈ ആയിട്ടുള്ള ക്ലാസ് ആണ്. അത്രയും ക്ലാസ്സുകൾ മാനിഫെസ്റ്റേഷൻ മാത്രമായിട്ട് നമുക്കുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റ രീതിയാണ്, നമ്മൾക്ക് ആവശ്യമുള്ളതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ചിന്തകൾ എന്താണോ അത് നമ്മളായിത്തീരുന്നു എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഇമോഷൻസ്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇമോഷൻസ് ആയി മാറുകയും ആ ഇമോഷൻസ് ആണ് ജീവിതത്തെ തീരുമാനിക്കുന്നത് എന്നുള്ള അവസ്ഥ വരുമ്പോൾ നമ്മുടെ തോട്ട്സ് ബിക്കം ഇമോഷൻസ്. അപ്പൊ തോട്ട്സ് എനർജിയും ഇമോഷൻസ് എനർജിയും ഒന്നിച്ചു ചേരുമ്പോൾ, അല്ലെങ്കിൽ തോട്ട്സ് എനർജി ഇമോഷൻസ് വൈബ്രേഷൻ ആയിട്ട് മാറുമ്പോൾ നമ്മളുടെ ജീവിതം അങ്ങനെ ആയി മാറുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 17 സെക്കൻഡ് നിയമം എവിടെയാണ് പ്രാവർത്തികമാക്കുന്നത് വെച്ചാൽ, ഒരു എനർജിയുടെ ത്രഷോൾഡ് ടൈം ആണ് 17 സെക്കൻഡ് സമയം. അതായത് ഒരു എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ എനർജി ഹൈ ആയി പോയി ലോ ആയി പോകുന്നതിന്റെ ഒരു ടൈം സീക്വന്റ് ആണ് 17 സെക്കൻഡ് എന്നാണ് നമ്മുടെ ഈ നിയമത്തിന്റെ ഉപജ്ഞാതാവായ എബ്രാഹാം ഹൈറ്റ്സ് പറയുന്നത്.
അദ്ദേഹത്തിന്റെ ആണ് ഈ ഒരു നിയമം 17 സെക്കൻഡ് റൂൾ. അതായത് നമ്മുടെ ഇമോഷൻസും ക്ലാരിറ്റിയും എപ്രകാരമാണോ അപ്രകാരം നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ ആക്ടിവേറ്റ് ചെയ്തെടുക്കുന്ന സമയമാണ് 17 സെക്കൻഡ്. അപ്പൊ 17 സെക്കൻഡിന്റെ 4 ഇന്റർവെൽസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പാറ്റേൺ ആകും. ആ കംപ്ലീറ്റ് പാറ്റേണിൽ നമ്മുടെ ഒരു മൊമെന്റം സൃഷ്ടിക്കപ്പെടും. ആ മൊമെന്റം ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ അത് സംഭവിക്കും. അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് അതിന്റെ ബാക്കിംഗ് സയന്റിഫിക് ആയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 തരത്തിലുള്ള ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകും ഒരു ദിവസം. ബീറ്റ, ആൽഫ, ഗാമ, ഡെൽറ്റ, തീറ്റ, ഇത്തരം ഫ്രീക്വൻസിയിലൂടെ കടന്നു പോകും. ആ ഫ്രീക്വൻസിയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഈ 4 ചേഞ്ചസ് വരാനുള്ള ടോട്ടൽ ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ടൈമാണ് 17 സെക്കൻഡ്സ്. അപ്പോ ആ നമ്മൾ ആൽഫയിൽ നിന്നും തീറ്റയിലേക്ക് എത്തുന്ന ആ ഡ്യൂറേഷൻ, അതായത് നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന ആ ഡ്യൂറേഷൻ ടൈമാണ് 4 പ്രാവശ്യത്തെ 17 സെക്കൻഡ്സ്. അപ്പൊ ടോട്ടൽ 68 സെക്കൻഡ് കൊണ്ട് ഒരു മൊമെന്റം അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള റെക്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഓപ്പൺ ആവും. ഈ റെക്ടിക്കുലാർ ആക്ടിവിറ്റി സിസ്റ്റം ഓപ്പൺ ആകുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണോ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ അകക്കണ്ണുകൊണ്ട് നമ്മൾ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അവിടെ ഫോട്ടോ പോലെ പതിയുകയും ആ പതിഞ്ഞ സംഭവം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് വളരെ ലളിതമായ കോൺസെപ്റ്റ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇന്ന് ടെക്നിക്സിന്റെ കോൺസെപ്റ്റുകൾ കൃത്യമായി പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ ഈ കാര്യം. 17 സെക്കൻഡ് ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത ഒരു മെഡിറ്റേഷൻ തന്നെ 17 സെക്കൻഡ്സ് മെഡിറ്റേഷൻ ഉടൻ നാളെയോ മറ്റന്നാളോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് മെഡിറ്റേഷനിലൂടെയാണ് ഇത് പൂർണ്ണമായി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും വളരെ ലളിതമാണ്. 17 സെക്കൻഡിന്റെ ഒരു കാര്യത്തെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ വേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ കാര്യത്തെ 17 സെക്കൻഡ് ഫോക്കസ് ചെയ്ത് നിൽക്കണം. മറ്റ് ഒരു ചിന്തകളും പാടില്ല. നിങ്ങൾ വേറെ ഒരു കാര്യത്തെയും പോകരുത്, ഒരു ഡൗട്ടും ഉണ്ടാവരുത്. ജസ്റ്റ് 17 സെക്കൻഡ് അത് തന്നെ പ്രസൻസ് ആയി വെക്കുക. എന്നിട്ട് 17 സെക്കൻഡ് അത് എങ്ങനെയാണ് നിങ്ങൾ പ്രസൻസ് ആയി വെക്കുക? അത് കാണണം. ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡോളി ജോസഫിന് മകൻ ഒരു 50,000 രൂപ നാളെ അയക്കുന്നു. 50,000 രൂപ അക്കൗണ്ടിലേക്ക് അയക്കുന്നത് ഡോളി ജോസഫ് പറയുന്നു, എന്റെ മകൻ എന്റെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ 15/5/2005 അയച്ചു എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ അടുത്തത് നമ്മൾ എന്തായിരിക്കും അതിന്റെ അടുത്ത ഭാഗം കാണുക? ബാങ്ക് അക്കൗണ്ടിൽ 50,000 രൂപ ക്രെഡിറ്റഡ് ആയ മെസ്സേജ് നമ്മളെ ഫോണിലേക്ക് വരും. ഇതല്ലേ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് മെത്തേഡ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് അതായത് നമ്മുടെ ഫോൺ ബെല്ലടിക്കുന്നു, ഫോണിൽ എഴുതി വന്നു യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് 50,000 rupees ഇന്ത്യൻ റുപ്പീസ് എന്ന് മെസ്സേജ് കൃത്യമായി കാണുക. അപ്പോൾ 17 സെക്കൻഡ് നമ്മൾ കാണേണ്ടത് എന്താണ്? ബാങ്ക് മൊബൈൽ ഫോണിലേക്കുള്ള മെസ്സേജ് ആണ് 50,000 rupees ആർ ക്രെഡിറ്റഡ് ഇൻ യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന മെസ്സേജ് 17 സെക്കൻഡ് കാണുക. വീണ്ടും അപ്പോൾ നമുക്കൊരു ഇമോഷൻ ഉണ്ടാവും, നമുക്കൊരു സന്തോഷം വരും, അല്ലെ? ദുഃഖം വരില്ലല്ലോ ഒരാൾക്കും. ഇവിടെ ആർക്കും വരുമോ? ആർക്കും വരില്ല. പൈസ ബാങ്കിൽ വന്നു പറഞ്ഞാൽ ഒരാൾക്കും ദുഃഖം വരുമോ? അയ്യോ, ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ കൊണ്ടുപോയി സൈക്കോളജിക്കലായിട്ട് ഒരു ഡോക്ടറെ കാണിക്കണം, ചികിത്സിക്കണം. അതിനുള്ള കാശ് എവിടുന്ന് കടമേടിച്ചിട്ടാലും പോവുക. ഓക്കെ. എന്നിട്ട് ആ സന്തോഷം എവിടുന്ന് വരും? എവിടുന്നാണ് സന്തോഷം ഉത്ഭവിക്കുന്നത് അറിയാവോ? സന്തോഷവും സങ്കടവും ഒക്കെ ഉത്ഭവിക്കുന്നത് ക്ഷേത്രത്തിൽ പോയാൽ ആദ്യം നടക്കുന്ന ഭാഗം ഏതാ? ആ ഭാഗത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു സാധനം ഇങ്ങനെ ആളി കയറി വരും. അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൽ നിന്നും ഒരു സാധനം വരും. സന്തോഷം വരുന്നത് ഗട്ടിൽ നിന്നായിരിക്കണം. ഇവിടെ ചിരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എവിടുന്ന സന്തോഷം ചിരി വന്നത്? ചുണ്ടിൽ മാത്രമല്ലേ? ഗട്ടിൽ നിന്ന് വന്നോ? അടിവയറ്റിൽ നിന്ന് വന്നോ സന്തോഷം? അടിവയറ്റിൽ നിന്ന് വരണം സന്തോഷം. അപ്പോഴാണ് യഥാർത്ഥ സന്തോഷമാവുക. അപ്പോൾ ഈ സാധനം വരുമ്പോ അടിവയറ്റിൽ നിന്ന് സന്തോഷം ഇങ്ങനെ ഇറങ്ങി വരും. ആ വന്നതിനെ ഫീല് ചെയ്യണം, നന്നായിട്ട് ആഹാ എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തണം. എന്നിട്ട് അതേ സാധനം അടുത്ത 4 തവണ റിപ്പീറ്റ് ചെയ്യുക. 17 വീണ്ടും കിട്ടി, സന്തോഷമായി, ഓക്കെ, നെക്സ്റ്റ്. വീണ്ടും ഒരു മെസ്സേജ് കാണുക, വീണ്ടും കാണുകയാണ്, വീണ്ടും കാണുക. ഇത് വളരെ കൃത്യമായി
4 തവണ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും, യാതൊരു തർക്കവുമില്ല. കാരണം ഇറ്റ്സ് അലൈൻ യുവർ എനർജി വിത്ത് ഡിസയർ എന്ന് പറയും. നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ ആഗ്രഹവുമായി കണക്ട് ആയി കഴിഞ്ഞു, പിന്നെ അതിന് വേറെ വഴികളില്ല, അത് സംഭവിക്കും. എന്നാൽ ആ സമയത്തുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഇമോഷണൽ ഫ്രീക്വൻസി അട്രാക്ട്സ് ആണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇമോഷൻ എന്താണോ അതാണ് പ്രത്യേകത. ഇവിടെ ഇരുന്നിട്ട് ഞാൻ ചിരിക്കുമ്പോഴും ചിരി നടക്കട്ടെ എന്നാണെങ്കിൽ ഇമോഷൻ എന്താണ്? ഈ ഇമോഷൻ നടക്കൂല. അനുഭവിക്കുന്ന ഇമോഷൻ ഉണ്ടാവണം. എന്താണ് ഉണ്ടായത് ശരിക്കറിയണം. ഈ സാധനം കിട്ടിയാൽ കിട്ടി, ആയങ്ങായട്ടെ എന്ന രീതിയിലാണെങ്കിൽ നടക്കില്ല, വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യണമെങ്കിൽ ആ ഇമോഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം. 50,000 കിട്ടും, ആർക്കെങ്കിലും ചിരി ഉണ്ടാവും. ഇവിടെ ചിരി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ ചിരിക്കുന്നില്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടതില്ല. കാരണം ഇമോഷണൽ ഫ്രീക്വൻസി ആണ് അട്രാക്ട് ചെയ്യുന്നത്. ഇമോഷനിലാണ് നമ്മുടെ ഫ്രീക്വൻസി ഉണ്ടാക്കുന്നത് അറിയുക. അതേ സമയത്ത് 50 കിട്ടിയ 50 അയച്ചാൽ പോരായിരുന്നു, 1,00,000 അയക്കണമായിരുന്നു എന്ന് ആ മെസ്സേജ് വരുമ്പോൾ തോന്നിയാൽ ഇറ്റ്സ് ബ്രേക്ക് യുവർ ലിമിറ്റിംഗ് പാറ്റേൺസ് എന്ന് പറയും. പിന്നെ ആ സംഭവം അവിടെ വരില്ല. കാരണം അവിടെ കൊടുക്കുന്നത് എന്താണ്? ആസക്തിയുടെ ഇമോഷനാണ്, വർക്കാവില്ല. അല്ലെ? 50 കിട്ടിയാൽ മനുഷ്യനല്ലേ, 50 കിട്ടിയാൽ അപ്പൊ പറയും 1,00,000 അയച്ചെന്ന് തൽക്കാലത്തെ കടം തീർക്കാമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ പാടില്ല. അപ്പൊ എന്താണോ ആഗ്രഹിച്ചത് അത് കൃത്യമായ ഇമോഷനിലേക്ക് പോകണം. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ദിസ് ടെക്നിക് വർക്ക്സ് ബിക്കോസ് ഇറ്റ്സ് ബൈപാസ് നെഗറ്റീവ് ആൻഡ് പ്രോഗ്രാം ഓഫ് യുവർ സബ് കോൺഷ്യസ് വിത്ത് പോസിബിലിറ്റീസ് എന്ന് പറയാം. നമ്മളുടെ ഈ ടെക്നിക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ നെഗറ്റീവായ പാറ്റേണിനെ മുഴുവൻ ദൂരെ എറിഞ്ഞുകൊണ്ട് പുതിയ പ്രോഗ്രാം നമ്മുടെ സബ് കോൺഷ്യസിൽ പോസിബിലിറ്റിയുടെ പ്രോഗ്രാമിനെ അവിടെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. യു ആർ അലൈൻ വിത്ത് യുവർ ഇന്നർ ഫ്രീക്വൻസി, ദാറ്റ് ഇസ് വാട്ട് യു വാണ്ട് എന്ന് പറയും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇന്നർ ഫ്രീക്വൻസിയുമായി നിങ്ങൾ അലൈൻഡ് ആവണം. അപ്പോൾ ഈ സാധനം വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ ഇതുമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സ്വന്തമായി തന്നെ പ്രാക്ടീസ് ചെയ്യാം. വേണമെങ്കിൽ ഇല്ല, നിങ്ങൾക്ക് എല്ലാവരും പറയുകയാണ് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്കൊരു മെഡിറ്റേഷൻ രൂപത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ദിവസം നാളെയോ മറ്റന്നാളോ വേണമെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിലെ മെഡിറ്റേഷനിൽ തന്നെ ഇത് ക്ലിയർ ആക്കാം. ഇന്റൻഷൻ കൃത്യമായി ആഗ്രഹം സെറ്റ് ചെയ്തോളാം, വന്നോളുക, നമുക്ക് ഇരിക്കാം. ഞാനത് 17 സെക്കൻഡ്സ് തന്നെ നിങ്ങൾക്ക് കൃത്യമായി ടൈം വെച്ച് സെറ്റ് ചെയ്ത് തരാം. ഞാൻ 100% പറയുന്നു, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധനം കിട്ടി എന്ന് നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, സന്തോഷിക്കാൻ സാധിക്കുന്നു ആ നിമിഷത്തിലെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കും. യാതൊരു തർക്കവും ഇല്ല. ഇനി അത് കൂടാതെ കണ്ട് വേറൊരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തരാം. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം തരാം, അല്ലെങ്കിൽ ലിങ്ക് ആയിട്ട് തരാം. 30 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതി തരാം. 5 കാര്യങ്ങളിലൂടെ കടന്നു പോകണം ഈ സാധനം. 5 കാര്യങ്ങൾ ചെയ്യേണ്ട പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റിയ സ്ക്രിപ്റ്റ് ഞാൻ ഉണ്ടാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒന്നിക്കൽ യൂട്യൂബിന്റെ വീഡിയോ താഴെ ചിലപ്പോൾ അതിന്റെ ലിങ്ക് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിന്റെ താഴെ ആ ലിങ്കും അതിന്റെ പേയ്മെന്റും കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ സാധനം പ്രിന്റ് ഔട്ട് എടുക്കാം. PDF മലയാളത്തിലും ഇംഗ്ലീഷിലും 2 ഫോർമാറ്റിൽ കിട്ടും. അത് ശരിയായിട്ടില്ല, ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാനത് എഴുതിയത്. അപ്പോൾ അത് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം. നിങ്ങൾ പ്രിന്റ് എടുക്കണം. പ്രിന്റ് എടുത്ത് 30 ദിവസം കണ്ടിന്യൂസ് ചെയ്യുക. ജീവിതത്തിൽ എന്താ പറയാ, നമ്മൾ ഈ ഡിസ്ട്രാക്റ്റഡ് ആയി കിട്ടാവുന്ന കളഞ്ഞു പോകുന്ന കരുതി മുഴുവൻ കാര്യങ്ങളും സുഖമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാനത് പലവട്ടം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇന്ന് ഞാനിപ്പോ ഇരിക്കുന്നതൊക്കെ പലപ്പോഴും ഇത്തരം ടെക്നിക്കുകളിലൂടെ കൺസിസ്റ്റൻസി ആയിട്ട് ഇത്തരം ടെക്നിക്കുകൾ ചെയ്തപ്പോൾ തന്നെയാണ്. പിന്നെ അതൊക്കെ ഓരോ സന്ദർഭങ്ങൾ അനുസരിച്ച് പറയുള്ളൂ. കുറെ കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും. കയ്യിൽ എഴുത്തൊക്കെ നിങ്ങളോട് പറയുന്നതൊക്കെ ഞാൻ ചെയ്തു നോക്കിയതാണ്. ഞാനിപ്പോ നാളേക്ക് വേണ്ടി ഒരു കയ്യിൽ വീണ്ടും വേറെ പുതിയൊരു നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ആദ്യം ഇന്ന് രാത്രി എഴുതി വെക്കും. നാളെ അത് ലഭിച്ചാൽ നാളെ അതും പറഞ്ഞു തരാമെന്ന്. കാരണം കുറച്ച് വലിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ടാണ് നാളേക്ക് എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും പറയണു മെഡിറ്റേഷൻ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് തരാം വരുന്നവര്. പക്ഷെ മെഡിറ്റേഷനൊക്കെ എക്സ്പെൻസീവ് ആണല്ലോ, അറിയാം. പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. പേയ്മെന്റ് കൊടുക്കുക, നിങ്ങൾ വരിക. നമുക്ക് 10 മണിക്ക് വേറെ 30 ഇല്ലല്ലോ. 2020 കഴിഞ്ഞു, ഇനി 2020 ഇപ്പോഴേ വരില്ല. ജോബ് ഒപ്പനൊപ്പം ഒരു പ്രോഗ്രാം നമുക്ക് വരുന്നുണ്ട്. അത് വേണമെങ്കിൽ അത് ചെയ്യാം. ഇത് വളരെ ലളിതമായിട്ട് ചെയ്തു തരാം. കാരണം ഇത് വലിയ കാര്യമില്ല, വലിയ കോംപ്ലക്സ് ഇല്ലാതെ ചെയ്തു തരാം ഈ മെഡിറ്റേഷൻ. അതുപോലെ ഇതും ചെയ്യാം. ഇനി കൂടെ പറ്റാതെ ഒപ്പനൊപ്പനോന്റെ നിങ്ങൾ എല്ലാവരും ചെയ്യണം. ഞാൻ പല ആൾക്കാരോടും
സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്ന കാര്യമാണ് ഫാമിലി മാറ്റേഴ്സിലും മറ്റുള്ള വിഷയങ്ങള്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു ഓപ്പൺ അപ്പ് മെഡിറ്റേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉടനെ ഇതുണ്ടാവും. അപ്പൊ വേണ്ടവരെന്നാലും ഒരു കാര്യം ചെയ്തോളൂ. ഞാൻ ഇപ്പോ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്തോളൂ. നാളെ വേണോ മറ്റന്നാൾ വേണോ? നാളെ വേണ്ട. നാളെ എന്താ? നാളെ വ്യാഴാഴ്ച. നാളെ വെള്ളിയാഴ്ച വേണോ വ്യാഴാഴ്ച വേണോ? പറഞ്ഞോ, ടൈപ്പ് ചെയ്തോളൂ. നാളെ തന്നെ വേണം. എല്ലാം റെഡിയാണ്. 10 മണി സമയം, നമ്മൾ സെയിം ടൈം. ഓക്കെ, എല്ലാവരും പറഞ്ഞോളൂ. എല്ലാവരും പറഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം. ഫ്രൈഡേ വേണോ നാളെ വേണോ? രണ്ടും. ഭൂരിപക്ഷ ആൾക്കാർ ഇത് പറയണോ? യെസ്. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങള് വാട്സപ്പ് ലിങ്ക്, ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇനിയിപ്പോ അതിന് അഡ്മിൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുറേ സമയം എടുക്കും നിങ്ങളൊക്കെ ചേർത്ത് വരുമ്പോൾ അല്ലെ. ഞാനൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് പേയ്മെന്റിന് ലിങ്ക് അതിനകത്ത് ഇട്ട് തരാം. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇട്ട് തരാം. ഗ്രൂപ്പ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. അതിലേക്ക് കയറുക. എന്നിട്ട് നാളെ നമുക്ക് മറ്റൊന്ന് ചെയ്യാം, ഫ്രൈഡേ ചെയ്യാം. ഞാനൊന്ന് തിരക്കൊന്നും എൻ്റെ ഒന്നും കഴിയട്ടെ. ഫ്രൈഡേ നൈറ്റ് ഈവനിങ് 10 o'clock ചെയ്യാം. ഓക്കെ അല്ലേ? ചെറിയൊരു എമൗണ്ട് പേയ്മെന്റ് ചെയ്താൽ മതി. വളരെ ചെറിയൊരു എമൗണ്ട്, വലിയ എമൗണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടിക്കഴിയും വലിയ എമൗണ്ട് എഴുതിക്കോളൂ കേട്ടോ. എത്ര വേണം പേയ്മെന്റ് എന്ന് പറഞ്ഞു നോക്കിയേ. എത്ര വേണം? എല്ലാം നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ തീരുമാനിക്കും. യെസ്, ബിജി ഹരി 111 രൂപ. സൂമിന് കൊടുക്കണം അതിനേക്കാളും. യെസ് പറട്ടെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് പറയുന്നു നോക്കട്ടെ. അതൊരു കിടിലൻ നമ്പറാണ്. 313 നമ്മൾ ഉപയോഗിക്കാത്ത നമ്പറാണ്, മാജിക് നമ്പറാണ്. മതി. 313 333 വേണ്ട തവണ വേണ്ട. ഒരു കാര്യം ചെയ്യാം, എളുപ്പം പറയാം. 212 ആ നമ്പർ മതി. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട. 3 തൽക്കാലം വേണ്ട. 111 ഉപയോഗിക്കണ്ട, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. എന്റെ കൈ വരുന്നുണ്ട് 111 ഉപയോഗിച്ചിട്ടില്ല. 212 നല്ല നമ്പറാണ് അല്ലേ? തിരിച്ചു മറിച്ചു. ഓക്കെ, ഞാനൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് തരാം. ആരൊക്കെ ക്ലാസ്സിലുള്ള എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. അതിൽ പേ ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് കയറിക്കോളൂ. ഇപ്പൊ എനിക്ക് ആവില്ല, ഞാനിത് മുമ്പേ പ്ലാൻ ചെയ്തതല്ല. അതുകൊണ്ട് ഒരു ലിങ്കും ഒന്നും ഞാൻ ക്രിയേറ്റ് ചെയ്തില്ല. ഇനി ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ യൂട്യൂബ് കാണുന്നവർക്ക്, നാളെ രാവിലെ കാണുന്നവർക്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് കയറി വരാം കേട്ടോ. നാളെ പക്ഷേ വരുന്നതിന് മുമ്പ്, നാളെ കൂടുതൽ സമയം ഉണ്ടാവില്ല. വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ലക്ഷ്യം 1 or 2 എന്നുള്ളത് എത്രയാണെന്ന് വെച്ചാൽ വ്യക്തമായി എഴുതി പറയണം. അതെങ്ങനെ എഴുതണം എന്ന് കൂടി പറഞ്ഞുതരാം ഞാൻ. നിങ്ങൾ വേണ്ട കാര്യം കൃത്യമായി എഴുതി മനസ്സിൽ ക്ലാരിറ്റിയോടുകൂടി വരണം. ഡൗട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഒരു ഉദാഹരണമായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ്? സാർ ഞാൻ ഒരു ലോട്ടറി എടുത്തു, നാളെയാണത്, നിനക്ക് പ്രാർത്ഥിക്കണേ. ചിട്ടി 20-ാം തീയതി. ഓക്കെ, ഒരാൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞ് എന്താണ് നിങ്ങളുടെ ഒരു ആഗ്രഹം, അത് നമുക്ക് കറക്റ്റ് ചെയ്ത് മറ്റുള്ളവർ എങ്ങനെ എഴുതിയിട്ട് വരണമെന്ന് പറയാനായിട്ട്. ഡോളി ജോസഫിനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിങ്ങളുടെ ഒരു ആഗ്രഹം പറയാൻ പറ്റുമോ നോക്കിയേ. നമുക്കത് കറക്റ്റ് ചെയ്യാം, മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാവണം എങ്ങനെയാണ് എഴുതിയിട്ട് വരണ്ടേ എന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അവിടെ വന്നിട്ട് ഞാൻ കുറേ നേരം ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഒന്ന് പറഞ്ഞേ മാം. അല്ല, മകൻ വരണമെന്നൊരാഗ്രഹമുണ്ട്. മകൻ വരണമെന്നുണ്ട്. ഇത് വേണോ, പൈസ വേണോ, മകൻ വേണം? മകൻ വന്നാ മതി. മകൻ വന്നാ മതി. ശരി, എങ്ങനെ എഴുതും നിങ്ങളത്? എന്റെ മകൻ എന്റെ അടുത്ത് വന്നു. അല്ല, ഓക്കെ, അതായത് നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? എന്റെ മകൻ, അവന്റെ പേര് ഇത്രാം തീയതി എന്റെ അടുത്തേക്ക് സ്നേഹപൂർവ്വം എത്തിച്ചേർന്നതിന് നന്ദി. ഓക്കെ, അത് എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണേണ്ടത് ആ ദിവസം, ഏത് ദിവസമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, ആ ദിവസം അവൻ വന്നിട്ട് കോളിംഗ് ബെൽ അടിക്കുന്നതും നിങ്ങൾ ഡോറ് തുറക്കുന്നതും അവൻ അകത്തോട്ട് വരുന്നതും അമ്മേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നതും കാണുക. ആ ഇമോഷൻ നിങ്ങൾ ശരിക്കും അനുഭവിക്കുക. രണ്ടുപേരും അടിയാക്കരുത്, രണ്ടുപേരും സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കുന്നത് അനുഭവിക്കുക.
ഓക്കെ, ഇതൊന്ന് അനുഭവിച്ചിട്ട് വേണം. ഇനി എന്റെ മകന്റെ വിവാഹം 2025 സെപ്റ്റംബർ നടത്താൻ സാധിച്ചത് നന്ദി. ഓക്കെ, അവിടെ സുധാകുമാരിയമ്മ ചെയ്യേണ്ടത് മകന്റെ കല്യാണം സെപ്റ്റംബർ എത്രാം തീയതി ഏത് സ്ഥലത്ത് വെച്ച്, ആ സ്ഥലത്ത് വെച്ച് നടക്കുമ്പോൾ മകന്റെയും മരുമകളുടെയും കല്യാണത്തിന് നിങ്ങൾ അവിടെ നിന്നിട്ട് ആ താലിമാല അങ്ങോട്ടും ഇങ്ങോട്ടും അവരണിയിക്കുന്നത് കാണുക, ശരിക്കും കാണുക. അപ്പോൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: എന്റെ മകൻ ഇന്നയാളുടെ കല്യാണം ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് നടന്നു എന്ന് എഴുതുക. എന്നിട്ട് അത് മാത്രം കാണുക. എനിക്ക് സമ്പത്തും സന്തോഷവും വേണമെന്ന് വെച്ചാൽ ഞാൻ എന്താ തരേണ്ടത്? സമ്പത്തിന് 1 കിലോ മാങ്ങ, 1 കിലോ ചക്ക, ഇതേതാ സമ്പത്ത്? ഇതെല്ലാം പണ്ട് കാല സമ്പത്തായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് കൃത്യമായി പറയണം. കൃത്യമായി തന്നെ പറയും. ജോബ് കിട്ടണമെങ്കിൽ എന്ത് ജോബ്, എവിടെ ജോബ്, എത്ര ശമ്പളത്തിൽ, എങ്ങനെയുള്ള ജോബ് എന്ന് കൃത്യമായി എഴുതണം. മോന് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ മോന് ഏത് സബ്ജക്റ്റിലാണ് അഡ്മിഷൻ, എവിടെയാണ് അഡ്മിഷൻ, എങ്ങനെ ഏത് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിരിക്കണം എന്ന് കൃത്യമായി എഴുതണം. ആ സ്കൂളിലേക്ക്, അവൻ സ്കൂളിലേക്കോ കോളേജിലേക്കോ അവിടെ പോകുന്നത് കൃത്യമായി കാണണം, മനസ്സിൽ കാണണം. എനിക്ക് 1 ലക്ഷം രൂപ വേണം, ആരിൽ നിന്ന്, എവിടെ നിന്ന്, എങ്ങനെ വേണം, എന്തിനു വേണം, അത് കൃത്യമായി എഴുതണം. 8 ലക്ഷം, അതെ, ഇതൊക്കെ കൃത്യമായി എന്തിന്, എവിടെയെന്ന് അല്ല. ലോൺ അടക്കാൻ മറ്റൊരാൾ പറഞ്ഞത് എന്റെ അസുഖം മാറിയതിന്, അങ്ങനെയല്ല. അസുഖം മാറിയതിന് എഴുതാൻ പറ്റില്ല. സുഖമായി നിൽക്കുന്നത്, സുഖമായിരിക്കുന്ന അവസ്ഥയെ മാത്രമേ കാണൂ. അസുഖമായിരിക്കുന്ന അവസ്ഥയാണോ നിങ്ങൾ കാണുക, സുഖമായിരിക്കുന്ന അവസ്ഥയാണ് കാണുക. വിഷ്വലൈസേഷൻ ഞാൻ പറഞ്ഞു, ഇത്രയും കൃത്യമായി ഞാൻ പറഞ്ഞു, നിങ്ങൾ അത് കാണുക. അപ്പൊ ഒരാളുടെ അസുഖം മാറണം എന്ന് നിങ്ങൾ പറയുമ്പോൾ എന്താണ് നിങ്ങൾ കാണുക? വിഷ്വലൈസേഷൻ എന്താണ്? അയാൾ അസുഖമായി കിടക്കുന്നതാണോ, സുഖമായിരിക്കുന്നതാണോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മാറ്റം, ചിന്തയിൽ മാറ്റം ഉണ്ടാക്കണം. അവർ സുഖമായിരിക്കുന്നത് കാണണമെങ്കിൽ നമ്മൾ എന്തെഴുതണം? അവൻ പൂർണ്ണ സുഖമായിരിക്കുന്നതിന് എന്ന് എഴുതണം. അസുഖത്തെ പറ്റി നമ്മോട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോ കൃത്യമായി ഇത് എഴുതുക. നമുക്ക് മറ്റന്നാൾ വെള്ളിയാഴ്ച വൈകിട്ട് മെഡിറ്റേഷൻ 10 മണിക്ക് മെഡിറ്റേഷൻ എഴുതുക. എനിക്ക് 20,000 രൂപ വളരെ എളുപ്പത്തിൽ 17/5/2001 ശനിയാഴ്ച കിട്ടി. ഓക്കെ, കറക്റ്റ്. എന്റെ മകൻ ഹരിയുടെ മാസം സെപ്റ്റംബർ 5 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാൽ കറക്റ്റ്. ഓക്കെ, എനിക്ക് ലോട്ടറി 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. ഓക്കെ, എപ്പോ എടുത്ത ലോട്ടറിയാ? ഏത് കാലത്ത് എടുത്ത ലോട്ടറിയാ? എപ്പോ എടുത്ത ലോട്ടറി അടിക്കുന്നത്? എപ്പോഴെങ്കിലും അടിച്ചാൽ മതി, പിന്നെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏത് സമയത്ത് എടുത്ത ലോട്ടറി എപ്പോഴടിച്ചതിലാണ് കിട്ടേണ്ടത് തന്നെ എഴുതണം. ചിട്ടി 20 അടിക്കണം. ഏത് ചിട്ടി, എത്രാം തീയതി നടക്കുന്ന ചിട്ടി എന്നത്. എന്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യവാനായിരിക്കും, നന്ദി. ജോലി കണ്ടിന്യൂ, നിങ്ങൾ ജോലി കണ്ടിന്യൂ, എന്ത് എഴുതിയാലും നിങ്ങളുടെ ജോലി കണ്ടിന്യൂ ആണ്, നോ പ്രോബ്ലം. എന്റെ ജോലി സന്തോഷപൂർവ്വം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതിൽ നന്ദി എന്ന് എഴുതിക്കോളൂ. 4 കാര്യങ്ങൾ എഴുതാൻ 17 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെയും സമയമുണ്ടല്ലോ, വീണ്ടും ചെയ്യാലോ. ഒറ്റ കാര്യം മതി, ഇപ്പൊ ഒന്ന് മാത്രം എടുത്താൽ മതി. ഓക്കെ, സുജിത കുമാരി, എല്ലാവരും ഓക്കെ. ഇതെല്ലാവരും അത് എഴുതിക്കോളൂ. അങ്ങനെ എഴുതി അഗ്രിമെന്റ് നടക്കാനായിട്ട് 20-ാം തീയതി. ഓക്കെ, ബാക്കി എല്ലാവരും എഴുതിക്കോളൂ. അപ്പൊ വേണ്ടവരെല്ലാവരും പ്ലാൻ ചെയ്യുക, എന്ന് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് സന്തോഷപൂർവ്വം. പിന്നെ വലിയ കാര്യങ്ങൾ, ഒറ്റ കാര്യങ്ങളെ പറ്റി പറയാം. കോഴ്സിനെ പറ്റി ഞാൻ പറയാം. ജേർണി ടു ഹാപ്പിനെസ്. നിങ്ങൾ സന്തോഷം സമാധാനവും ശരിക്കും മനസ്സിലാക്കണം. ജേർണി ടു ഹാപ്പിനെസ് കോഴ്സിലോട് വരണം. നാളെയാണ് അതിന്റെ ഓഫർ കഴിയുന്ന ദിവസം. കോഴ്സിന്റെ കൂടെ 6 മാസത്തെ മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് കൊടുത്ത ഓഫർ നാളെ തീരും. ഉപയോഗിക്കുക. ഇത്തരം ഓഫറുകൾ നിങ്ങൾക്ക് വേറെ കിട്ടില്ല. കാരണം 6 മാസത്തെ മെഡിറ്റേഷൻ മാത്രം 2,000-3,000 രൂപയോളം വരും, അല്ലെ? 2,222 രൂപ വരും 6 മാസത്തേത്. അത് ഒഴിവാക്കരുത്. അതുകൊണ്ട് അത് അത്രയും ഉണ്ട്. അതുപോലെ തന്നെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ കൂടെ 3 മാസത്തെ മെഡിറ്റേഷൻ ഫ്രീ ഉണ്ട്. ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ കിട്ടുന്ന ഓഫർ ഫുൾ എമൗണ്ട് ഞാൻ ഇതേപോലെ പറഞ്ഞിരുന്നു, വീണ്ടും പറയുന്നു. ജീവിത വിജയത്തിന്റെ രഹസ്യം ഈ ആഴ്ച തുടങ്ങും. അടുത്ത കോഴ്സ്, അടുത്ത പ്രാവശ്യം ഇതേ കോഴ്സ് 25,000 റുപ്പീസിൽ 1 ഉറുപ്പ്യ കഴിഞ്ഞിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ വെറും 4,444 രൂപയേ ഉള്ളൂ. മാക്സിമം ഉപയോഗിച്ചോളാം. ഞാൻ അതിന് ഇൻസ്റ്റാൾമെന്റ് അടക്കം നിങ്ങൾ തന്നിട്ടുണ്ട്. കാരണം അത്രയും ആൾക്കാർ ഇത് പങ്കെടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം നിങ്ങൾ അറിയണം. ആ ക്ലാസ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും തിരിഞ്ഞു വരും. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് എല്ലാവരുടെ റിക്വസ്റ്റ് ആണ് ഈ കാര്യത്തിൽ. അടുത്ത പ്രാവശ്യം ചേരണം വെച്ചാൽ എവിടെന്നെങ്കിലും
കാശ് ഉണ്ടാക്കിയിട്ട് ഫുൾ എമൗണ്ടിൽ ആദ്യം അഡ്വാൻസ് ഒക്കെ അടച്ചവരാണ് അധികം ഉള്ളത്. അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, 4400 വളരെ ചുരുങ്ങിയ എമൗണ്ട് ആണ്. കാരണം അത്രയും വലിയ ക്ലാസ് ആണ്. ഞാനത് നിങ്ങൾ അത്രയും മാറ്റം ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മുടെ ഭാരതീയ സംസ്കാരമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത് ആ ക്ലാസ്. അതുകൊണ്ട് എല്ലാവർക്കും വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആൾക്കാർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമയം ആക്കണ്ട. നാളെ ഈ ആഴ്ച തന്നെ നമ്മൾ ക്ലാസ് തുടങ്ങും. നാളെ ഒരു ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഡിസ്കഷൻ ക്ലാസ് ഉണ്ട്, അത് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ നിത്യവും വാട്സപ്പിലൂടെ പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ അധികം പറയാറില്ല, ഇത് സൂമിൽ അധികം പറയാൻ എനിക്ക് പറ്റാറില്ല, സമയപരിമിതി തന്നെയാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ കൂടെ ഉണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമുക്കുണ്ട്. ജേർണി ടു ഹാപ്പിനെസ്, ലോ ഓഫ് അട്രാക്ഷൻ, ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷൻ, ദ സീക്രട്ട് ഓഫ് മണി, പിന്നെ നമ്മുടെ എന്താ പറയാ അതിന്റെ വാട്സപ്പ് ലോ ഓഫ് അട്രാക്ഷൻ വാട്സപ്പിൽ 7 ടെക്നിക്സ് വാട്സപ്പ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ 10 മിറാക്കിൾ ഡേയ്സ്, 10 ദിവസം ജീവിത വിജയത്തിന്റെ, അതായത് നമ്മുടെ ജേർണി ടു ഹാപ്പിനെസിന്റെ വാട്സപ്പ് ക്ലാസ് 10 മിറാക്കിൾസ് ഡേയ്സ്. അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളുണ്ട്. ബിസിനസ് ക്ലാസ്സുകൾ വേറെയും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. വെറുതെ എന്താ പറയാ മാറും എന്ന് പ്രതീക്ഷിച്ചിരിക്കാതെ കണ്ട് മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് ഇവിടെ ഉണ്ടല്ലോ. മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബാച്ച് കഴിഞ്ഞു, 2 ബാച്ച് കഴിഞ്ഞു, പുതിയ ബാച്ച് ഉടനെ തന്നെ തുടങ്ങുന്നുണ്ട്. ഞാൻ അതിന്റെ ആഡുകളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അത് വലിയ കോഴ്സാണ്. ഓക്കെ, അപ്പൊ സന്തോഷപൂർവ്വം ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കുന്നു. 17 സെക്കൻഡ് കൊണ്ട് ജീവിത മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. വലിയ മാറ്റം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ആത്മാർത്ഥമായി മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു റിക്വസ്റ്റും കൂടി പറയാം. നിങ്ങൾ ഇത് ഏത് കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻസി ആയിട്ട് ഏതെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുക. നിങ്ങൾ ചാടി ചാടി കളിക്കരുത്. പലരും ഇവിടെ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞു, അന്ന് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങളുടെ സമയമാണ് വേസ്റ്റ് ആവുന്നത്. കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും സാധനത്തെ പറഞ്ഞു തരിക. നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ ക്ലാസ്സിൽ വന്നോ വന്നില്ലേ ഒന്നും എനിക്ക് ഇതില്ല, മനസ്സിലാക്കിയത് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് റിസൾട്ട് എടുക്കുക. റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന സ്വയം ചോദ്യം ചോദിച്ചിട്ട് അതിന് മാറ്റപ്പെടുത്തുക. ചാടി ചാടി കളിക്കരുത്. ചാടി ചാടി കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഞാനിത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. ഒരു കോഴ്സിൽ നിന്ന് ഒരു കോഴ്സിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായിരിക്കും ആൾക്കാർ പറഞ്ഞു തരുന്ന രീതി. അത് മനസ്സിലാക്കിയെടുക്കാൻ നമ്മൾ ബ്രെയിനിന് വീണ്ടും പ്രോഗ്രാം ചെയ്യേണ്ടി വരും. ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് സമയമെടുക്കും, എന്നിട്ട് ആ റിസൾട്ട് എടുക്കും പറ്റുള്ളൂ. ചില ആൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചില ആൾക്ക് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഇപ്പൊ എല്ലാവരോടും നന്ദി. ഞാൻ ആദ്യം സംസാരിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചോ. 2 more minutes, 5 more minutes. നമുക്കിന്ന് ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ് ഉണ്ട്. യെസ്, ആർക്കും സംസാരിക്കണ്ട, ജസ്റ്റ് യൂട്യൂബിൽ ഒരു ഇതിട്ടില്ലായിരുന്നു എങ്ങനെ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കണം, അതിന്റെ താഴെ മെസ്സേജ് ആക്കി ബാക്കി പിന്നെ പറയാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിന്റെ കണ്ടിന്യൂ സാറ് പിന്നെ ക്ലാസ്സിൽ എങ്ങനെയാ തരാ? പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്താ പറഞ്ഞത് മനസ്സിലായി? സാറ് ഒരു യൂട്യൂബിൽ ഒരു ഇതിട്ടില്ലായിരുന്നോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, നിങ്ങളെ പ്രാർത്ഥന ഏത് രീതിയിലാണ് എന്നുള്ളത്, ശരിയായ രീതിയിലാണോ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള മെസ്സേജ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? അതിനുശേഷം അതെങ്ങനെ ഏത് രീതിയിൽ വേണമെന്ന് സാർ പറയാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അതവിടെ ഇരിക്കട്ടെ, അത് യൂട്യൂബ് റീൽസ് അല്ലേ, നിങ്ങൾ കമന്റ് ചെയ്യൂ. അതെ, നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ കേട്ടോ. ഇനി വരുമ്പോ ഇനി ഏതെങ്കിലും റീൽ വരും അതുപോലെ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പണ്ട് പറഞ്ഞ ആൾക്കാർ, ഇത്രയും ആൾക്കാർ കമന്റ് ചെയ്തു, അവർക്ക് വേണ്ടിയുള്ള മറുപടി അടുത്ത റീൽ വരും. അതല്ല ഇതിന്റെ ടെക്നിക്ക്. സോഷ്യൽ മീഡിയ എപ്പോഴും അങ്ങനെയല്ലേ, ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുക. അതിനല്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നത് അല്ലേ? പ്രാർത്ഥനയുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ തന്നെ ജേർണി ടു ഹാപ്പിനെസിന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പ്രാർത്ഥന എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചില്ലേ രേണുമ? എങ്ങനെയാണ് പ്രാർത്ഥന എന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ വാക്കുകളാണ് പ്രാർത്ഥനയിൽ ഇപ്പോൾ അബദ്ധം പോലെ ചെയ്തു പോകുന്നത്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ലോ ഓഫ് അട്രാക്ഷനിൽ ഒരു സെഷൻ തന്നെ അതിനുണ്ട്. ഓക്കെ, ഇനി ആർക്കും സംസാരിക്കാനില്ലല്ലോ? ഉണ്ടോ? ഹാപ്പിനെസ് ഒന്നുമല്ല പറയാം. സാറേ ഞാനൊന്ന് പറയട്ടെ? സുന്ദരി പറഞ്ഞു. സാറേ, എനിക്കിന്ന് നല്ലൊരു അനുഭവം ഉണ്ടായി. എന്റെ മോള് ഇന്ന് രാവിലെ ജോലിക്ക് പോകുമ്പോ ഇന്നലെ രാത്രി ഒരു 500 രൂപ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ആശുപത്രി ചെന്ന് നോക്കുമ്പോ 500 രൂപ കാണാനേ ഇല്ല. എല്ലാ ലിസ്റ്റും പെറുക്കി തെരഞ്ഞു നോക്കി. അപ്പൊ ഞാൻ സാറ് പറഞ്ഞിരുന്നല്ലോ ഒരു കല്ലിന്റെ ടെക്നിക്ക്, ഞാനത് ഇന്ന് രാവിലെ എടുത്ത് അത് പ്രാർത്ഥിക്കും.
അപ്പൊ മോള് വിളിച്ചു പറഞ്ഞു, അമ്മ 500 രൂപ കാണാനില്ല, ഞാൻ ഇന്നലെ രാത്രി വെച്ചതാണ് പറഞ്ഞു. വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഒന്നും കൂടി ബാഗിൽ നോക്ക് പറഞ്ഞു. ഇല്ല അമ്മ, ഞാൻ കുറെ തെരഞ്ഞു നോക്കി പറഞ്ഞു. ഈ ഇപ്പൊ ഒന്ന് നോക്ക് പറഞ്ഞു. അപ്പണ്ട് സന്തോഷത്തോടെ വിളിക്കണേ, അമ്മ 500 രൂപ കിട്ടി, നിങ്ങൾ എന്താ ചെയ്ത് ചോദിച്ചു. അപ്പൊ സാറേ ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല. നല്ല സന്തോഷമായി. വെരി ഗുഡ്, വെരി ഗുഡ്. അവള് പിന്നെയും ചോദിച്ചു, അമ്മ നിങ്ങൾ എന്താ ചെയ്തമ്മ, നിങ്ങൾ എന്തമ്മ ചെയ്ത് ചോദിച്ചു. വെരി ഗുഡ്. അപ്പൊ പൈസ കിട്ടി പറയാ, നല്ല സന്തോഷായി. കല്ലിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഉറപ്പ് വന്നത്, നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ, അല്ലെങ്കിൽ ഇത് കൊച്ചി പ്രോഗ്രാമിൽ വരാൻ താല്പര്യമുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. എത്ര പേര് ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് ആ പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ. അടുത്ത കല്ലിന്റെ കാര്യം പറയാനായിട്ട്, കല്ല് അവിടെ അതിനു വേണ്ടിയിട്ട് കല്ലുകളൊക്കെ റെഡിയാക്കാണ്ട്, ഇപ്രാവശ്യത്തെ കല്ല് മറ്റു രൂപത്തിലാണ് വരുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കല്ലിന്റെ ടെക്നിക്കാണ് ഇപ്രാവശ്യം. കല്ലിന്റെ മാത്രമല്ല, കല്ല് തന്നെ വ്യത്യസ്തമായ കല്ലാണ്. പലർക്കും കല്ല് കിട്ടാത്ത വിഷയങ്ങളൊക്കെ തീർക്കാൻ ഇപ്രാവശ്യം പറ്റും. മുമ്പേ കല്ല് കൊണ്ട് നടക്കുന്നുണ്ട് സാറേ, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് അമ്മ യൂണിവേഴ്സ് എന്ന് പറഞ്ഞു. അവൾക്ക് നല്ല സന്തോഷമായി. ഇതാണ് എന്റെ യൂണിവേഴ്സ് ഇതാണ്, അമ്മയുടെ യൂണിവേഴ്സ് ഇതാണെന്ന് പറഞ്ഞു. 100 പ്രാവശ്യം പറഞ്ഞു താങ്ക് യു പറഞ്ഞു. സാറേക്ക് അപ്പൊ തന്നെ പറയണമെന്നുണ്ടായിരുന്നു സാറിന് വിളിച്ചിട്ട്. അത്ര നല്ല സന്തോഷായി. സന്തോഷം. അങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ ജീവിത മക്കളും അല്ലത് മനസ്സിലാക്കുന്ന ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ അത് വളരെ നല്ലൊരു കാര്യമാണ്. സാർ ജൂൺ 1 ആണോ കൊച്ചിയിൽ? ഒരു മിനിറ്റ്, അത് പറഞ്ഞപ്പോ നമുക്ക് ഒരു കൺക്ലൂഷൻ എടുത്തു കളയാം. ജൂൺ 1 വെച്ചാൽ വരാൻ എത്ര പേര് തയ്യാറുണ്ട് ഏകദേശം കൊച്ചിക്ക്? ഇപ്പൊ ഇവിടെ ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ ടൈപ്പ് ചെയ്ത്. ജൂൺ 1 ആണെങ്കിൽ ഞാന് അല്ല ടൈപ്പ് ചെയ്ത് നിങ്ങളല്ല, ആൾക്കാർ താഴെ ടൈപ്പ് ചെയ്താ. ഉഷ, നിങ്ങൾ വരുന്നുണ്ട്? UK വരുന്നുണ്ടോ? നാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ എത്രാം തീയതിയാ? ഞാൻ മെയ് 30 നാട്ടിൽ എത്തും. അപ്പൊ ജൂൺ 1 ആയിരുന്നെങ്കിൽ എനിക്ക് വരായിരുന്നു. എത്ര പേര്? ഒന്ന് പ്രസീത ഒന്ന് പേര് എഴുതി വെച്ചോ. ഇല്ല, എന്നിട്ട് നമുക്കത് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം. സാറേ, കുമാർ സാറേ ഒന്ന് ജസ്റ്റ് ഒന്ന് കോർഡിനേറ്റ് ചെയ്തോ. സാർ, അത് ജൂൺ 1 ആൽക്കമി എന്ന് പറഞ്ഞ ഒരു മീറ്റിംഗ് ഉണ്ട്. എവിടെയാ? കോയമ്പത്തൂർ വെച്ചിട്ട്. ആൽക്കമി എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ മീറ്റിംഗ് ആണ്. ജൂലൈയിൽ വെക്കാൻ. ജൂണിൽ രണ്ടും പറ്റില്ല. ഞാൻ ഏതോ ഒന്ന് വെക്കണം എന്ന് കരുതിയിരിക്കാം. ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ്സും വിത്ത് ആ കല്ലിന്റെ ടെക്നിക്കും കല്ല് നിങ്ങൾക്ക് തരാനും വേണ്ടിയിട്ടാണ്. കല്ല് അവിടുന്ന് ലൈവ് നിങ്ങൾക്ക്. പക്ഷെ ഇപ്രാവശ്യത്തെ കല്ല് ഒരു കാര്യമുണ്ട്. കല്ലിന് ഒറ്റ കാര്യം പറഞ്ഞപ്പോഴാണ്, കല്ല് ഇപ്രാവശ്യം തരുന്നത് നിങ്ങളുടെ ഓരോ ആളുടെയും പേരും നക്ഷത്രവും അല്ലെങ്കിൽ പേരും ഡേറ്റ് ഓഫ് ബർത്തും അനുസരിച്ചാണ് കേട്ടോ. അല്ലാതെ ഓപ്പൺ ആയിട്ട് കല്ല് തരില്ല. അങ്ങനെ സിസ്റ്റം ഇല്ല. നിങ്ങൾ മുൻകൂട്ടി പറഞ്ഞവർക്ക്, അതായത് 15 ദിവസം, ഇനിയിപ്പോ അത്രയല്ലേ ഉള്ളൂ, ഈ 25-ആം തീയതി മുമ്പ് പറഞ്ഞവർക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് കല്ല് വാങ്ങിക്കണം. ആ കല്ല് എന്നിട്ട് പ്രോഗ്രാം ചെയ്യണം, ഹീൽ ചെയ്യണം. ഹീൽ ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടാ തരിക. അത് നല്ല പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞവർ മാത്രമേ ഉള്ളൂ. വരുന്നവരും സാർ, എനിക്ക് താല്പര്യമുണ്ട്. എന്താ സാർ അതിന്റെ ഫീസ്? എന്നെ പോലെ കുറെ പേർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഫീസ് നമ്മൾ ആവറേജ് വെക്കല് ഹോട്ടലിന്റെ അനുസരിച്ചാണ്. അത് ആൾക്കാരനുസരിച്ച് മാറുന്നതനുസരിച്ച് മാറും. എന്നാലും ആവറേജ് എനിക്ക് തോന്നുന്നത് 5,000-6,000 രൂപയ്ക്ക് ഇടയിലേക്ക്. അതിൽ കൂടുതൽ പോകുന്ന പരിപാടിക്ക് ഞാൻ നിൽക്കില്ല. കാരണം അതിൽ കൂടുതൽ നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് എപ്പോഴും വരിക. അപ്പൊ അതിനനുസരിച്ച് ഹോട്ടലും ഈ ഹോട്ടൽ എപ്പോഴും പേയ്മെന്റ് മേടിക്കുക നമ്മൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ചാണ്. അപ്പൊ എത്ര പേരുണ്ട് അതിനനുസരിച്ച് മാറ്റം വരും. അപ്പൊ എന്നാലും ആവറേജ് 5,000 to 6,000 ഉണ്ടാവും. അതിൽ കൂടുതൽ നമ്മൾ ബഡ്ജറ്റ് വെക്കാറില്ല പൊതുവെ. നമ്മുടെ എല്ലാ പരിപാടിയും അങ്ങനെ ആ ഒരു ഇതിനകത്ത് കൊള്ളുന്നത് നമ്മൾ വെക്കുള്ളൂ. വലിയ പ്രോഗ്രാം ഒക്കെ വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ആയില്ല. ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രമേ സ്റ്റോണിന്റെ ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രമേ ഉള്ള സ്റ്റോണ്, അല്ലാതെ സാറ് പറഞ്ഞില്ലായിരുന്നോ ക്ലാസ്സിൽ വരുന്നവർക്ക് മാത്രമുള്ള സ്റ്റോൺ? കൊച്ചി പ്രോഗ്രാമിൽ വരുന്നവർക്ക് അവിടുന്ന് അവർക്ക് വേണ്ടല്ലോ സ്റ്റോൺ ഞാൻ അവിടുന്ന് കൊടുക്കും. അല്ലാത്തവർ വരാൻ പറ്റാത്തവർക്കോ? വരാൻ പറ്റാത്തവർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാനിവിടെ പറയുന്നത് ഉചിതമായിരിക്കുമോ? അതൊരു ശരിയായ നിലപാടാണോ? വരാൻ പറ്റാത്തവര് ഇപ്പൊ ഒന്നും മറുപടി ഇല്ല. അതിന് സമയമാകുമ്പോ മറുപടി പറയാം. നിങ്ങൾ അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങളിപ്പോ ഇത്ര ടെക്നിക്ക് പഠിച്ചില്ലേ? കുറെ ടെക്നിക്ക് ഇവിടുന്ന് ഞാൻ പഠിപ്പിച്ചതില്ലേ? 17 seconds അങ്ങനെ കുറെ ടെക്നിക്കുകൾ നിങ്ങൾ പഠിച്ചില്ലേ ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറിയതിനു ശേഷം? മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിച്ചല്ലോ. ആ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ട് കല്ല് നിങ്ങൾ എത്തിക്കാൻ നോക്ക്.
നിങ്ങൾ ചലഞ്ച് ഏറ്റെടുത്തോ? വളരെ വളരെ നല്ലൊരു ഉപായം സർ. അതൊന്ന് ശ്രമിച്ചു നോക്ക്. ആദ്യം കല്ലിനെ കുറിച്ച് അറിയണ്ടേ, അപ്പോഴല്ലേ അത് എന്താന്ന് നമുക്കറിയൂ. കല്ലിനെ പറ്റി അറിയുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കുക, ആൾക്കാരുടെ അനുഭവങ്ങൾ പറയും. ഇപ്പൊ പറഞ്ഞത് എന്താണ്, കല്ല് കൊണ്ട് എന്ത് നേടി എന്നൊക്കെ അവരറിയാം. അല്ലാതെ ഇപ്പൊ ഞാനിപ്പോ സാറിന്റെ ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക അപ്പൊ അതിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനിപ്പോ 222 നമ്മുടെ ഫുൾ മൂൺ ഡേ ഉണ്ടായിരുന്നല്ലോ, പൗർണമി, അന്ന് ജോയിൻ ചെയ്ത. ഓക്കെ, കല്ലിന്റെ കാര്യത്തിൽ മഞ്ജുഷയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിൽ നിന്ന് എനർജി കിട്ടാനാണ്? ആ ഭഗവാന്റെ ചൈതന്യത്തിൽ നിന്നും. അതെ, എന്തിനാണ് ഭഗവാന്റെ ചൈതന്യം കുടികൊള്ളുന്നത്? അവിടുത്തെ ബിംബം. അതെന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത്? കല്ലില്. അപ്പൊ പിന്നെ കല്ല് എന്തായിരിക്കും? ഈശ്വരനായിരിക്കും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, ഓക്കെ. ഇതാണ് കല്ലിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇത്. കല്ലിലാണ് ജൂൺ ഫസ്റ്റിന് വെക്കാനാണോ സാറേ? ജൂൺ ഫസ്റ്റിന് തന്നെ വെക്കാനാണോ ക്ലാസ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് അടുത്തതിൽ പങ്കെടുക്കാം. നിങ്ങൾ തൽക്കാലം ടെൻഷൻ അടിക്കാതിരിക്കും. ഓക്കെ സർ, താങ്ക് യു. നിങ്ങളെ ഞാൻ ചേർത്ത് വെക്കാം, മതിയല്ലോ. ഞാൻ സാറിനോട് പറയത്തില്ലെന്ന് വിചാരിച്ച മാനിഫെസ്റ്റേഷൻ ഗുജറാത്തിൽ ഈ ക്ലാസ് ഞാൻ വെക്കണമെന്ന് മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ ഇവിടെ എത്തും. ഗുജറാത്തിൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തോ കേട്ടോ. ഓക്കെ. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ ആൾക്കാരൊക്കെ ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇടുന്ന മെസ്സേജ്, ഈ വീഡിയോസ് അവർക്ക് അയച്ചു കൊടുക്കുക, കാണുക. അപ്പൊ അവർക്ക് മാറ്റം ഉണ്ടാവട്ടെ. ഓക്കെ സാർ, ഓക്കെ. ദുബായ് പ്രോഗ്രാം നിഷ കണ്ണൻ നമുക്ക് ദുബായിൽ വെക്കാം പ്രോഗ്രാം ഉടനെ തന്നെ. അപ്പൊ ഇത്രയും ആൾക്കാരൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. എത്ര ആളുണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു 150 ആൾക്കാരെ പെട്ടെന്ന് ആയതുകൊണ്ട് ഇത്ര 15 ദിവസമേ ഉള്ളൂ. 150 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും മുതലാവില്ല. ഓക്കെ സാർ, എനിക്ക് പറയാനുണ്ട്. പറയണം. ലിസിയാണ്. കല്ലിന്റെ കാര്യം തൃശ്ശൂർ പ്രോഗ്രാമിന് വന്നു. അപ്പം എന്റെ മോൾക്ക് ഇന്റർവ്യൂ കാനഡയില് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നൈറ്റ് ഒരു 11:40 ഇന്റർവ്യൂ വരേണ്ട ടൈം. അപ്പൊ നോക്കിയിരിക്കുമായിരുന്നു. ഒരു 4 ഡേയ്സ് ഇങ്ങനെ നോക്കിയിരുന്നു. പക്ഷെ കല്ലിന്റെ ഈ ടെക്നിക്ക് സാറ് പറഞ്ഞ മാതിരി ചെയ്തു കഴിഞ്ഞപ്പോ ഓൺ ദ സ്പോട്ടിൽ 9:40 തന്നെ ഇന്റർവ്യൂ വന്നു. മോള് സെലക്ട് ആയി. അത് എവിടെയോ പറഞ്ഞപ്പോ ചെറിയൊരു ഇത് വന്നല്ലോ, വിട്ടുപോയല്ലോ. ആദ്യത്തെ ദിവസം എന്തായി? ആദ്യത്തെ ദിവസം 3 ഡേയ്സ് 4 ഡേയ്സ് ഇങ്ങനെ നോക്കിയിരുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം 9:40. സാധാരണ 12:40 ഇന്റർവ്യൂ വരാറ്. അത് നമുക്ക് മെസ്സേജ് വന്നത്. പക്ഷെ ഇത് കല്ലിന്റെ ടെക്നിക്ക് ചെയ്ത് 10 മിനിറ്റ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഓൾ ദ സ്പോട്ടിൽ ഇന്റർവ്യൂ വന്നു. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ അപ്പപ്പം പറഞ്ഞു. ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതേമാതിരി ഒരു തെറ്റുകൂടാതെ എല്ലാം പറഞ്ഞു. മോള് സെലക്ട് ആയി. സാറിനും സാറിന്റെ കുടുംബത്തിനും എന്റെ ഹൃദയത്തിന്റെ അകത്തട്ടിൽ നിന്ന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അമ്മയും മോള് കാനഡയിൽ പോകാൻ റെഡിയായി. താങ്ക് യു. അതെ, താങ്ക് യു. അതിങ്ങനെ ലിസി നമ്മുടെ അടുത്ത് വന്ന വരവിനെ എപ്പോഴും ഞാൻ എപ്പോഴും ഓർത്തു വെക്കണം. ആ ലിസിയിൽ എത്രയാണ് മാറിയത് അല്ലേ? വെരി ഗുഡ്. താങ്ക് യു ലിസി, താങ്ക് യു വെരി മച്ച്. കല്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ എനർജി ഞാൻ പറയാ. യെസ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയുമ്പോൾ തന്നെ തഥാസ് ഞാൻ കൈ പിടിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. കല്ല് ഇപ്രാവശ്യം വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ കല്ല് ഇപ്രാവശ്യം നിങ്ങൾക്ക് തരുന്ന കല്ല് ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് തരുന്നത്. നമ്മൾ തന്നെ ഒരു മെഡിറ്റേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള ആ മെഡിറ്റേഷൻ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ആ മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ചെയ്യാൻ പോകുന്നത്. ഡെയിലി വീക്കിലി 1 ടൈം നമ്മൾ ലൈവായിട്ട്, പിന്നെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും നമ്മൾ ഒരു ദിവസം കല്ലിന്റെ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും കണ്ടിന്യൂസ്. അപാരമായിട്ടുള്ള മാറ്റമായിരിക്കും ജീവിതത്തിൽ വരുന്നത്. ഭയങ്കര മാറ്റമായിരിക്കും. ഓക്കെ, അപ്പോൾ പങ്കെടുക്കുന്നവരൊക്കെ പേര് കൊടുത്തോളൂ. 2 കാര്യങ്ങൾ. മറ്റേ ലിങ്ക് ഞാൻ ഇതിന്റെ മറ്റന്നാളത്തെ മെഡിറ്റേഷൻ ലിങ്ക് ഞാൻ ഗ്രൂപ്പിലിട്ടേക്കാം, ജോയിൻ ചെയ്തോളൂ. പിന്നെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് നേരത്തെ പറയാം. നിങ്ങൾ നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററുടെ ഒരേ ആൾ തന്നെ കുറെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കണ്ട, എക്സിറ്റ് ചെയ്തോളൂ. ഒരു ഗ്രൂപ്പിൽ ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പിലുള്ളവർ മെമ്പേഴ്സ് ഉള്ളിലും പിന്നെ ഹാപ്പിനെസ് മാസ്റ്ററുടെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുക. എന്റെ തല കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിൽ ഒന്നിൽ നിന്നാൽ മതി. കുറെ എണ്ണത്തിൽ നിൽക്കണ്ട. എല്ലാത്തിലും വെറുതെ ലോഡ് ആവൂലേ, ഡാറ്റ ലോഡ് ആവും, വെറുതെ കളയണ്ട. അതുകൊണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ശ്രദ്ധയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കയറി വരണമെങ്കിൽ ഞാൻ ഒരു ലിങ്ക് താഴെ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്യുക, വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസത്തെ ക്ലാസ് കിട്ടാനായിട്ട് നമ്മൾ പബ്ലിക് ഗ്രൂപ്പിന് എല്ലാ ദിവസവും ക്ലാസ് ഇല്ല എന്ന് ഓർമ്മിക്കുക. ആഴ്ചയിൽ 2 ക്ലാസ്സാണ് പബ്ലിക്കില്, ബാക്കി നമ്മുടെ മെമ്പേഴ്സ് ഉള്ളി മാത്രം ഗ്രൂപ്പുകളാണുള്ളത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് യൂട്യൂബിൽ കിട്ടുകയില്ല. മെമ്പേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് മാത്രമാണ് എല്ലാ ദിവസത്തെയും ക്ലാസ് കിട്ടുക. മറ്റുള്ളവർക്ക് ആഴ്ചയിൽ 2 ക്ലാസ്സേ കിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ക്ലാസ് അനൗൺസ്മെന്റ് മാത്രം മതിയോ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നതിന്? അങ്ങനെ മുകളിൽ കിടക്കുന്നുണ്ടല്ലോ അനൗൺസ്മെന്റ് ഗ്രൂപ്പ്. അല്ല, അതല്ല, അത് അനൗൺസ്മെന്റ് കോമൺ ആയിട്ടുള്ളതാണ്. അത് എല്ലാ ഗ്രൂപ്പിലും ഞാൻ അയക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഗ്രൂപ്പിൽ. ഒരു ഗ്രൂപ്പിൽ ഉണ്ടായാലും അതിലുണ്ടാവുള്ളൂ. ഒരു ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിൽ എക്സിറ്റ് ആയാൽ പിന്നെ അതിലുണ്ടാവില്ല. ഒരു ഗ്രൂപ്പിൽ ഉണ്ടായാൽ മതി. ഒന്നിലധികം ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ വെറുതെ എന്തിനാ ഡാറ്റ കളി, എല്ലാത്തിനും ഒരേ ഡാറ്റ ഒന്നല്ലേ അയക്കും നമ്മൾ. അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഓരോ ആളെ നമ്പർ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. 4000-5000 ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗുണകരമായി മാറാൻ എനിക്കതൊന്നും വിഷയമൊന്നുമില്ല. ലിസി ജൂലൈയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറയരുത്. ജൂലൈ മഴയായിരിക്കും, മഴക്ക് എല്ലാവർക്കും അങ്ങനെ വരാൻ പറ്റില്ല. എല്ലാവർക്കും യാത്രയൊക്കെ വലിയ വിഷയമായിരിക്കും മഴക്കൊക്കെ. അതുകൊണ്ടാണ് ജൂലൈയിലേക്ക് വെക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ എല്ലാവരോടും താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.